മുഖം ഒപ്പിയെടുക്കുന്ന ക്യാമറ കണ്ണുകൾക്കോ മഷി തുപ്പുന്ന പേനയ്ക്കോ പിടികൊടുക്കാതെയുള്ള 18 വർഷം. യേശുവിന് വയസ്സ് 30, നടന്നത് കിലോമീറ്ററുകൾ, നടക്കുന്നത് യോർദാന്റെ തീരത്തേക്ക്. 44 കൈത്തോടായി യഹൂദന്റെ അഹങ്കാരമായി നിൽക്കുന്ന ഒരു തോട്, 4600 അടി പൊക്കമുള്ള ലെബനൻ പർവ്വതത്തിന്റെ ഉച്ചിപെടുത്ത് കാട്ടാറ് പോലെ കലിതുള്ളി വരികയാ. ആ നദിയുടെ തീരത്തേക്ക് യേശു നടന്നു ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഒരു അരസികനായ മനുഷ്യൻ പ്രസംഗിക്കുകയാ. കഠിനവാക്കും കട്ടിപ്പുരികവും കടുത്ത ഭാഷയുമുള്ള ഒരു മനുഷ്യൻ. അയാളുടെ പേര് സ്നാപക യോഹന്നാൻ. അയാളുടെ ഭാഷയ്ക്കൊട്ടും മരുക്കമില്ല. വിളിക്കുന്നത് സർപ്പസന്തതി എന്ന. വരുവാനുള്ള കോപത്തിൽ ഒഴിഞ്ഞു പോകുക. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ അയോഗ്യനാണ്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ യോർദാന്റെ വെള്ളത്തിൽ മാനസാന്തര സ്നാനം കഴിപ്പിക്കുന്ന യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ 7 മഹാസമുദ്രങ്ങളുടെ ഉടമസ്ഥൻ, 7 വൻകരകളുടെ ഉടമസ്ഥൻ, മഹാദൈവം, അധിപസ്വർഗത്തിൽ നിറങ്ങി വന്നവൻ യോഹന്നാൻ വരണ്ടുപോയി. കേൾക്കുന്നുണ്ടല്ലോ? അറച്ചു, അസ്ഥിരനായി, പിറകോട്ട് കാലു വെച്ചപ്പോൾ പിടിച്ചു നിർത്തിയച്ചു പറഞ്ഞു, എന്നെ മുക്ക്, ഇങ്ങനെ ദൈവത്തിന്റെ നീതി നിവർത്തിക്കപ്പെടണം. യേശു സ്നാനപ്പെട്ടു. വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറുമ്പോൾ ആകാശത്തിന്റെ ദിഗന്ധങ്ങളെ കുലുക്കി ഒരു ശബ്ദം കേൾക്കാം, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇന്നൊരു മതമുണ്ടാക്കാൻ ഇന്നലെ ജനിച്ച ആളല്ല യേശു എന്ന് നിങ്ങളോട് പറയുകയാണ്. യേശുവിന്റെ മാത്രം പ്രത്യേകത, യേശു അത്ഭുതം ചെയ്ത് ദൈവമായതല്ല, അവൻ ദൈവമായതുകൊണ്ട് അത്ഭുതം ചെയ്തതാണ്. ആ കരം ഉയരുമെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു സ്നാനപ്പെട്ട് കരയ്ക്ക് കയറി പിതാവിൽ നിന്ന് ദൈവശബ്ദം കേട്ടിട്ട് 40 ദിവസം ഉപവസിച്ച് അനന്തരം യേശുവിന് വിശന്നു. സാത്താൻ യേശുവിനെ പരീക്ഷിപ്പാൻ യേശുവിന്റെ അടുക്കൽ ചെന്നു. പരീക്ഷ നമ്പർ 1, കല്ലിനോട് അപ്പമാകാൻ പറ. യേശു പറഞ്ഞത്, ഞാൻ അപ്പം കൊണ്ട് ജീവിക്കാനല്ല, ഞാൻ വചനം കൊണ്ട് ജീവിക്കാൻ പോകുകയാണ്. പരീക്ഷ നമ്പർ 2, യേശുവിനെ ദേവാലയ ഗോപുരത്തിന്റെ മേളിൽ കയറ്റി വെച്ച് പറഞ്ഞു, ചാടിക്കോ, പിടിച്ചോളൂ. ഈ ദേശത്തിന്റെ പേര് മണലി ദേശത്തോട് ഞാൻ ദൂത് പറയാം. സാത്താൻ ആരെ ഉയർത്തും, പക്ഷെ ഉയർത്തുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിർത്താനല്ല, ചാടിക്കാനാണ്. ചാടിക്കോ. യേശു പറഞ്ഞില്ല, ചാടത്തില്ല. ദൈവത്തെ പരീക്ഷിക്കാൻ അനുവാദമില്ല. 3, എന്നെ വീണ് നമസ്കരിക്ക്, ഈ ഭൂമിയുടെ ആധാരം ഞാൻ നിനക്ക് തരാം. യേശുവിന്റെ മറുപടി, ആധാരത്തെക്കാൾ വലുത് ആരാധനയാണ്. എത്ര പേർ കരമുയർത്തി ആമേൻ പറയുന്നുണ്ട്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു ആരാധനയ്ക്ക് ഈ ഭൂമിയേക്കാൾ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അവരാ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു കർത്താവ് സാത്താനെ പരാജയപ്പെടുത്തി അത്ഭുതങ്ങളുടെ പരമ്പരയ്ക്ക് ജന്മം കൊടുക്കുന്നു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ഒന്നാമത്തെ അത്ഭുതം. 3 മരിച്ചവർക്ക് ഉയർപ്പ്, 3 കുരുടന്മാർക്ക് കാഴ്ച, ഒട്ടനവധി കുഷ്ഠരോഗികൾക്ക് സൗഖ്യം, മുടമ്പന്മാരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അനസ്യൂതം അനവരതമൊഴുകും നദി പോലെ യഹൂദിയ, ഗലീലിയ, ശമരിയുടെ മണ്ണുകൾ യേശുവിന്റെ അത്ഭുതത്തിന്റെ മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുകയാ. ലോകം കണ്ട ഏറ്റവും വലിയ മതം ഭയം പിടിച്ചു നിൽക്കുകയാ. ഒരു ഗവൺമെന്റ് വിറപൂണ്ട് നിൽക്കുകയാ. യേശുവിന്റെ അത്ഭുതങ്ങൾ ഗലീലിയെ ഇളക്കിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാ, തകർന്നവരെ തൊടാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. എന്റെ സുവിശേഷ പ്രസംഗത്തിൽ ഞാൻ കണ്ട 3 കാര്യങ്ങൾ. 1, ആരും തൊടാത്തവരെ യേശു തൊടും. യോ മിണ്ടുന്നില്ല കർത്താവേ, ആരും തൊടാത്തവരെ യേശു തൊടും. 2, ആരും മിണ്ടാത്തവരോട് യേശു മിണ്ടും. 3, ആരും കിടക്കാത്ത വീട്ടിൽ പോയി യേശു കിടക്കുമെന്ന് മണലി ദേശം ഇന്ന് രാത്രി എഴുതി വെച്ചോണം. അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. തള്ളപ്പെട്ടവരെ സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേര് യേശു എന്നാ. മുമ്പേ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേട്ടില്ലേ? ഞാൻ എൻ്റെ സാക്ഷ്യം ഒരല്പം പറഞ്ഞ് ദൂതന്റെ ഗൗരവത്തിലേക്ക് കയറാം. 37 വർഷത്തിന് മുമ്പ് ഒരു ഗതികെട്ട രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ.
ആമേൻ. മുച്ചോട് കത്തിയ നിലവിളക്കിന്റെ മുമ്പിൽ എൻ്റെ വല്യപ്പന് സന്ധ്യാനാമം ജപിക്കാനിരുന്നൊരു രാത്രി, സമയം 7:30. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്ന എൻ്റെ അപ്പൻ, എൻ്റെ വീട് കുമരകത്ത, വെള്ളക്കെട്ടിൻ്റെ അകത്താണ്, കണ്ടത്തിൻ്റെ നടുക്കാണ്. ആമേൻ. രാത്രി 7:30 ജോലി കഴിഞ്ഞ് എൻ്റെ അപ്പൻ വീട്ടിലേക്ക് വരുന്നു. ഞങ്ങളുടെ വീട്ടിൽ കരണ്ടില്ല. അന്ന് 38 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. വീടിൻ്റെ മുറ്റത്ത് വെച്ച് എൻ്റെ അപ്പനെ മുറ്റത്ത് തിറകൂടിയിരുന്ന ഒരു അണലി കൊത്തി. ഒരു അലർച്ചയോടെ എൻ്റെ അപ്പൻ വീടിൻ്റെ മുറ്റത്ത് വീണു. മുച്ചോട് കത്തിയ നിലവിളക്കിന്റെ വെളിച്ചത്തിൽ സ്വന്തം മകനെ പാമ്പ് കടിക്കുന്ന കണ്ട് എൻ്റെ വല്യപ്പൻ ഭയന്നു. സന്ധ്യാസമയത്തുള്ള വിഷദംശനം മരണകാരണമാണെന്ന് പറഞ്ഞ് മുച്ചോട് കത്തിയ നിലവിളക്കെടുത്ത് നെഞ്ചിലേക്ക് ആഞ്ഞടിച്ച് എൻ്റെ വല്യപ്പൻ വേഗത്തിൽ വീടിന്റെ തിണ്ണയിലേക്ക് മറിഞ്ഞു വീണു. പാമ്പിന്റെ കടിയേറ്റ എൻ്റെ അപ്പൻ വീടിന്റെ മുറ്റത്ത് മകൻ മരിക്കുമെന്നുള്ള ആധി കയറി കൺമണി പിറകോട്ട് മലർന്ന് കണ്ണിന്റെ വെള്ളക്കരു തെളിഞ്ഞ് ഉച്ഛ്വാസം വേഗതയിലായി സുബോധം നഷ്ടപ്പെട്ട് എൻ്റെ വല്യപ്പൻ വീടിന്റെ തിണ്ണയിൽ വീഴുകയാ. നിങ്ങൾ ആ രംഗം ഒന്ന് വിഷ്വലൈസ് ചെയ്തേ. എൻ്റെ വീടിന്റെ മുറ്റത്ത് എൻ്റെ അപ്പ കിടക്കുന്നു, വീടിന്റെ തിണ്ണയിൽ എൻ്റെ വല്യപ്പൻ ബോധമറ്റ് താഴേക്ക് വീഴുകയാ. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചോളൂ. അടുപ്പത്ത് കഞ്ഞി വെട്ടിത്തിളയ്ക്കുന്നുണ്ട്, മൂട പൊക്കി വരുന്ന കഞ്ഞിയുടെ ഗന്ധം വിശപ്പും ആർത്തിയും വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ വെച്ച കഞ്ഞി കുടിക്കുന്നതിന് മുമ്പ് 2 എണ്ണമാണ് വീടിന്റെ മുറ്റത്ത് വീണത്. അപ്പൻ വീടിന്റെ മുറ്റത്തും വല്യപ്പൻ വീടിന്റെ തിണ്ണയിലും. ഇന്ന് രാത്രി മണല് ദേശം ഞാൻ ഈ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം. വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ശാപങ്ങളുണ്ട്, അടുപ്പത്ത് വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ശാപമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി എനിക്കറിയില്ല, ആ ശാപത്തെ അഴിക്കുന്ന ഒരാള് ഇന്ന് രാത്രി പന്തലിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. കരമടിക്കാമെങ്കിൽ കരമടിച്ച് ആരോടും പറയാത്ത ചില കൊടിയ ശാപങ്ങൾ, തലമുറകളുടെ തകർച്ചകൾ ശക്തിയോടെ കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാമെങ്കിൽ വിളിക്ക്. ഇതൊരു സാധാരണ രാത്രിയല്ല. തിറകൂടി നിൽക്കുന്ന ശാപങ്ങളെ ഇന്ന് രാത്രി യേശു അഴിക്കുകയാ. ഹല്ലേലൂയ. മോനെ, എനിക്ക് ഫീഡ്ബാക്ക് ഇച്ചൂടെ തരാമോ? ആരാ മൈക്കിന്റെ ആളാരാ? ഹല്ലേലൂയ. വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ശാപം. ഈ ഫീഡ്ബാക്ക് ചോദിക്കുന്നത് എന്നും ഇങ്ങനെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അടഞ്ഞു പോയാൽ പിന്നെ ആംഗ്യം കാണിക്കേണ്ടി വരും. നല്ല സിസ്റ്റമാണ്. എനിക്ക് അവിടെ നിന്ന് ഒത്തിരി സന്തോഷം തോന്നി. ഓളിയം കുറച്ചാൽ ഞാൻ തിരിച്ചും പറയും, അത് വേറെ കാര്യം. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചു കേട്ടോളൂ. എൻ്റെ അപ്പനെ കോട്ടയം കാരിത്താസിൽ അഡ്മിറ്റ് ചെയ്തു. വല്യപ്പനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. സ്വന്തം മകൻ മരിക്കുമെന്നുള്ള വെപ്രാളം കയറി കോട്ടയം മെഡിക്കൽ കോളേജിന്റെ IC യൂണിറ്റിന്റെ മോനെ കൂടുന്നു. അരണ്ട തണുപ്പത്ത് 5ാമത്തെ ദിവസം എൻ്റെ വല്യപ്പന്റെ കണ്ണ് തിരുമ്മി അടച്ചു. പാമ്പ് കടിച്ചത് എൻ്റെ അപ്പനെയാ. ആദ്യം ഭൂമി വിട്ടു പോയത് എൻ്റെ വല്യപ്പനാണ്. പട്ടിനകത്ത് പൊതിഞ്ഞ ശരീരം കെട്ടിപ്പൊക്കിയ പന്തൽ വെച്ചു. അനുശോചന പ്രവാഹം. വീടിന്റെ തെക്ക് ഭാഗത്ത് പച്ചമാവിന്റെ വിറക് വെട്ടിപ്പൂളി അടുക്കി ആ ശരീരം ചിതക്കി കൊടുക്കുകയാ. ആളിക്കത്തുന്ന അഗ്നി വല്യപ്പന്റെ ശരീരത്തെ ചാമ്പലാക്കി. വിറകോടുകൂടെ ചാരം മിച്ചം വരുന്നു. 6 പച്ചവട്ടിക്കകത്ത് ചാരം കോരി വെള്ളത്തിലൊഴുക്കി അസ്ഥി കൊണ്ട് അടിമയും വെച്ചിട്ട് ബലിപ്പുര കെട്ടി ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി കരഞ്ഞ ആ ദിവസങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. വല്യപ്പന്റെ മരണത്തിന്റെ ദുഃഖം അകത്ത് ഘനീഭവിച്ചു നിൽക്കുമ്പോൾ കോട്ടയം കാരിത്താസ് ആശുപത്രി 5 തവണ രക്തം മാറിയിട്ടും വിഷം മാറാത്തവനായി ഉച്ചനറുക മുതൽ ഉള്ളങ്കാല് വരെ പഴുത്തു പുഴുത്ത് വൈദ്യശാസ്ത്രം വെച്ചുകൊടുത്ത് മരുന്നുകളോട് ശരീരം റിജക്ട് ചെയ്ത് കട്ടിലിന് നിറയുന്ന രീതിയിൽ നീര് വെച്ച് വീർത്ത് എൻ്റെ അപ്പൻ രൂപക്കോലം തിരിയുകയാണ്. ഇന്ന് രാത്രി ഞാൻ മണല് ദേശത്തോടൊരു കാര്യം പറയാം. നീ ആരാണെങ്കിലും യേശുവാണ് നിന്നെ തൊട്ടതെങ്കിൽ നിന്നെ വിടുവിക്കാൻ ഒരാശുപത്രിക്കും പറ്റുകയില്ല. കൈ അടിക്കാമെങ്കിലും ഒന്ന് അടിച്ച്. യേശുവാണ് ചിലതിനെ തൊട്ടതെങ്കിൽ മരുന്നുകൊണ്ട് മാറത്തില്ല. യേശുവിന്റെ അടുക്കൽ വരണം. ആശുപത്രി കൈയൊഴിഞ്ഞ് എൻ്റെ അപ്പനെ വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ അപ്പന് സഹോദരങ്ങൾ 3, അമ്മയ്ക്ക് സഹോദരങ്ങൾ 4. എൻ്റെ അപ്പന് നല്ല ജോലി ഉണ്ടായിരുന്നു. ജോലി നഷ്ടപ്പെട്ടു. ഉച്ചനെറുക മുതൽ ഉള്ളങ്കാല് വരെ പഴുത്തു പുഴുത്ത് നാസാരന്തരങ്ങൾ തുളച്ചു കയറുന്ന കഠിന ദുർഗന്ധം. എല്ലാവരാലും കൈവിടപ്പെട്ടു. സഹോദരങ്ങൾ ഉപേക്ഷിച്ചു. ബന്ധം, സ്വന്തം, സ്നേഹിതൻ, സ്നേഹം, ഇതുപോലെ വെറി പിടിച്ചൊരു വാക്ക് ലോകത്തിൽ കാണാനില്ല. ആർക്കാരോടാ സ്നേഹമുള്ളത്? ഭാര്യയ്ക്ക് ഭർത്താവിനോടോ? നിങ്ങളും ഓർത്തു നോക്കിക്കേ. ജോലി കൊടുക്കുന്ന ചായക്കകത്ത് സയനൈഡ് ഉണ്ടെന്ന്, ഉത്തരയുടെ ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന പൈപ്പിനകത്ത് പാമ്പുണ്ടെന്ന്, സഹായിക്കാമെന്ന് പറയുന്ന മന്ത്രവാദിയുടെ കയ്യിൽ കഴുത്തിറക്കുന്ന പിച്ചാത്തി ഉണ്ടെന്ന്. എന്നെ കണ്ണുപിടിച്ച് നോക്കട്ടെ, ഇതൊക്കെ പത്രം വായിക്കണമായിരുന്നു. ആർക്കാരോടാ സ്നേഹം?
ആർക്കാരോടാ കരുണ? പ്രേമത്തിന്റെ പേര് പറഞ്ഞ് കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ടുപോയി മാനത്തിന് വില പറഞ്ഞിട്ട് വഴിയരികിൽ തട്ടിയിട്ടേച്ചു പോകുന്ന ഈ ലോകത്തിന്റെ കാപട്യ സ്നേഹം ഇന്ന് രാത്രി ബൈബിൾ ഉയർത്തിപ്പിടിച്ച് ദേശത്തോട് ഞാനൊരു ദൂത് പറയാം. കറയില്ലാത്ത സ്നേഹം ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ, അത് യേശുവിന്റെ കാൽവറിയിലാണ്. അവൻ യേശുവേ ഉറക്കെ വിളിച്ച് കാപട്യം കാപട്യം കാപട്യം, ഇവിടെ കള്ള സ്നേഹം. ആർക്കാരോടാ സ്നേഹമുള്ളത്? കേരളത്തിലെ മതകോടതി കുടുംബക്കോടതി 28 എണ്ണം. ഒരു വർഷം നടക്കുന്ന ഡിവോഴ്സിന്റെ എണ്ണം 50,000. ഇവിടെ കല്യാണത്തിന് ആർഭാടമില്ലാഞ്ഞിട്ടാണോ? കല്ലുവെച്ച സാരിയും മുത്തുവെച്ച ചുടിദാറും, വില കൂടിയ കോട്ട്, കോഴിയുടെ കാല്, ആടിന്റെ കോല്, ആകാശത്തുനിന്ന് ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടി നടത്തുന്നു. എന്ത് കല്യാണങ്ങളാ! തലേദിവസം തൊട്ട് വീട്ടിൽ പാട്ട് വെച്ച് പാടുകയാ, ആളുകൾ കൂടുന്നു. വീട്ടിലുള്ള കസിൻസ് എല്ലാം കൂടെ ഒരേ നിറത്തിലുള്ള ഡ്രസ് ഇടുന്നു. വ്യാജം! ഇവിടെ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കണേ, ഇതൊരാത്മീക യോഗമാണെന്നുള്ള ഗൗരവത്തിൽ എന്നെ കേട്ടിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 28 കുടുംബ കോടതിയിൽ ഓരോ വർഷവും 50,000 കേസ്. പത്രം വായിച്ചാൽ കാണാം എഴുതിയിരിക്കുന്നത് 4,16,000 എണ്ണത്തിന്റെ ഡിവോഴ്സിന്റെ കേസാണ് അടുത്ത ദിവസം പുറത്തു വന്നത്. അത്രയും പേര് ഡിവോഴ്സായി. ഒന്നുകൂടെ പറയാൻ ഞാൻ ആ സംഖ്യ 4,16,000. കല്യാണം കഴിച്ചെന്റെ പിറ്റേ ദിവസം ഡിവോഴ്സ് ആകുകയല്ലോ. ഒരുപക്ഷെ അവളുടെ ഗർഭത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം കിട്ടിക്കഴിയുമ്പോൾ, ഒന്ന് കൂട്ടി നോക്ക്, 4 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഡിവോഴ്സ് ആയാൽ 2 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ ഇവിടെ അനാഥരാകുന്നുണ്ട്. ടെററിസം, ഭീകരവാദം വളരുന്നത് കാണ്ഡഹാറിലല്ല, ഭീകരവാദം വളരുന്നത് ലാഹോറിലല്ല, ഏതെങ്കിലും മതത്തിന്റെ തട്ടകങ്ങളിലല്ല. സ്വസ്ഥതയില്ലാത്ത വീടുകൾക്കകത്ത് ഭീകരവാദം വളരുകയാ. സ്നേഹമില്ലാത്ത, കാരുണ്യമില്ലാത്ത, എനിക്കറിയില്ല ഇന്ന് രാത്രി ഏതൊക്കെയോ കുടുംബങ്ങളെ യേശു തൊടാൻ പോകയാ. ഒന്ന് കൈ അടിച്ച് യേശുവേ റഖലമാ സതറ. ലോകത്തിൽ ആരോടും പറയാതെ തകർച്ച നേരിടുന്ന ഏതൊക്കെയോ കുടുംബങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ പണിയാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. സ്നേഹമെന്ന വാക്കിവിടെ വ്യാജമാണ്. കറയില്ലാത്ത സ്നേഹം ഒരിടത്തേ ഉള്ളൂ, അത് യേശുവിന്റെ ക്രൂശിലാണ്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. നമ്മുടെ സാധാരണ പാടുന്ന പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കാൽവറി കുരിശിലെ സ്നേഹമേ എന്നുള്ള പാട്ട്. എൻ്റെ ഈ തൊണ്ടം വെച്ചുകൊണ്ട് ഞാൻ പാടി, ആ ഗ്രൂപ്പ് സോങ് ആയി പോകുന്നത് കൊണ്ടാണ് ഞാൻ പാടാത്തത്. കാൽവറി കുരിശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാരോടണച്ചിടും സ്നേഹമേ, എന്റെ കണ്ണുനീർ തുടച്ചിടും സ്നേഹമേ, പൊന്നുമാരോടണച്ചിടും സ്നേഹമേ, എന്റെ കണ്ണുനീർ തുടച്ചിടും സ്നേഹമേ. കേട്ടിട്ടുണ്ടോ പാട്ട്? പ്രേമ പരിമളക്കുന്നിലെ എന്റെ പ്രിയനുമായുള്ള വാസമേ, ഞാൻ ഓർത്തിടും തോറുമെൻ മാനസം, തുള്ളിയിടുന്നേ അതിമോദമാ, ഞാൻ ഓർത്തിടും തോറുമെൻ മാനസം, തുള്ളിയിടുന്നേ അതിമോദമാ. കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പോട്ടെ, ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരാം. ആരും തൊടാത്തവരെ തൊടുന്ന യേശു. എൻ്റെ വീടിന്റെ സാക്ഷി ഒന്ന് പറഞ്ഞങ്ങ് തീർത്തേക്കാം. എൻ്റെ അപ്പനെ വീട്ടിൽ കൊണ്ടുവന്നു. സഹോദരങ്ങൾക്ക് വേണ്ട, എല്ലാവരും ശ്രദ്ധിച്ചോണേ. രക്തബന്ധങ്ങൾക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട. എൻ്റെ സ്കെയിലേ വന്നില്ലായിരുന്നു കേട്ടോ, നീ എനിക്ക് മനസ്സിലായാലും ഓർത്താണായിരുന്നു. 28 വർഷമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നയാളാ ഞാൻ. കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങൾക്ക് വേണ്ട, രക്തബന്ധങ്ങൾക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട. കാശുണ്ടോ? ചേട്ടനുണ്ട്, അനിയനുണ്ട്, അളിയനുണ്ട്, അമ്മച്ചനുണ്ട്. സൗന്ദര്യമുണ്ടോ? നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, സ്വന്തക്കാരുണ്ട്.
വീടുണ്ടോ? സെമി വെട്ടി കടപ്പാക്കല് ഗ്രാനൈറ്റ് അടിച്ചുരുട്ടി തിന്ന് തെന്നിയാൽ അടുക്കളയിൽ പോയി വീടുന്ന ഒരു വീട്. ഹിപ്പിന്റെ ബോളും പൊട്ടിച്ച് വെച്ച് നാട്ടുകാരുണ്ട്. 21 ലക്ഷത്തിന്റെ കാറുണ്ടോ? രക്തബന്ധങ്ങളുണ്ട്. ആരോഗ്യമുണ്ടോ? സഹോദരങ്ങളുണ്ട്. ആമേൻ. തകർന്നവനോ? ഇവിടെ ആരുമില്ല. തകർന്നവൻ യേശുവുണ്ട്. ഇതിന്റെ പേരാ സുവിശേഷം. ആമേൻ. നശിച്ചവന്, ഉടഞ്ഞവന് യേശുവുണ്ട്. വീടിന്റെ മേക്കൂര പൊളിച്ചു വിറ്റു. ഉത്തരവും കഴുക്കോലും മോന്തായം നാട്ടുഭാഷയെ വിട്ടേക്കണം, കുമരങ്കാരനാ. മോന്തായത്തിന് വില പറഞ്ഞു. ആമേ. വെട്ടുകല്ല് പൊട്ടാതെ ഞങ്ങൾ അടർത്തി വിറ്റു. അന്ന് തറപ്പാട്ടിലിടുന്നത് ചുമന്ന പൂഴിമണ്ണല്ല, സ്വർണ്ണ നിറമുള്ള ആറ്റുമണ്ണ. എന്നെ കേക്ക്. ആറ്റുമണ്ണ് കൊട്ടക്കകത്ത് കോരി വിറ്റു അപ്പനെ ചികിത്സിക്കാൻ. മൂക്ക് തുളച്ചു കയറുന്ന രൂക്ഷമായ ദുർഗന്ധം. ജീവിക്കാൻ മാർഗമില്ല. എല്ലാവരാലും കൈവഴിയപ്പെട്ടു. അവസാനം 6 പ്രാവശ്യമാണ് അപ്പനും അമ്മയും കൂടെ സൂയിസൈഡ് ചെയ്യാൻ, ആത്മഹത്യ ചെയ്യാൻ പോയത്. ഹല്ലേലൂയ. ആളുകളെല്ലാം പറയുക, താണ്ടെ അവൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, എന്നിട്ട് അവനെ വെട്ടാൻ വരിക. പ്രാർത്ഥനയ്ക്ക് പോകുന്നവനെ കൊല്ലാൻ വരിക. പ്രാർത്ഥനയ്ക്ക് പോയി ആ മുട്ടിന്റെ ചിരട് തല്ലി പൊട്ടിക്കും. എന്നാൽ ഈ തല്ലി പൊട്ടിക്കാൻ വരുന്നവനോട് ഞാൻ പറഞ്ഞു, എടാ അവന് സമാധാനം കൊടുക്ക്. നിന്റെ കയ്യിലിരിക്കുന്ന ഈ ഉപദേശിയെ തല്ലുന്ന ഈ വടി മാറ്റി വെച്ച് ആ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവന്റെ വീട്ടിൽ ചെന്ന് അവന് വേണ്ടി ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്ക്. അവനെ ഒന്ന് കുണം വരുത്ത്. പോകുകയില്ല, രക്ഷിക്കാൻ പോകുകയില്ല. ആത്മഹത്യ ചെയ്യാൻ പോകുന്നവന് ഏണിയും കൂടെ വെച്ച് കൊടുക്കും. വേഗം കയറിക്കൊള്ളാൻ പറയും. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നീ കയറെ തൂങ്ങിയാലും ഞങ്ങൾക്ക് പരാതിയില്ല, പ്രാർത്ഥനയ്ക്ക് പോയാൽ മാത്രമേ പരാതിയുള്ളൂ. പൊളിയട്ടെ, ശാപങ്ങളെ കർത്താവ് പൊളിക്കട്ടെ ഇന്ന് രാത്രി. എനിക്കറിയില്ല, ഈ ദേശത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ റിവൈവൽ സംഭവിക്കാൻ പോകുകയാ. എത്ര പേര് കരം ഉയർത്തി യേശുവിനെ നന്ദി പറയുന്നു. ചില കുടുംബങ്ങളെ യേശു തൊടാൻ പോകുകയാ. എല്ലാവരും കൈവിട്ടു. കുപ്പിച്ചിൽ ഇടിച്ചു പൊട്ടിച്ച് ചോറിന്റെ ഉരുള വെച്ച് വിടുങ്ങി മരിക്കാൻ നോക്കി. ഫ്യൂരിഡാൻ വിഷം കുടിക്കാൻ, കെട്ടിത്തൂങ്ങാൻ. ഒരു പ്രാവശ്യം തൂങ്ങി കയറോടെ കണ്ടിച്ച് താഴെ ഇട്ടതാ. എനിക്ക് 2 സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. രണ്ടിനെയും കൂടെ ഒക്കത്ത് വെച്ച് കെട്ടി നാട്ടിൽ വെള്ളത്തിൽ ചാടി മരിക്കാൻ വേണ്ടി പോയി. ആരോ പിടിച്ചു വീട്ടിക്കൊണ്ടാക്കിയതാ രാത്രിയിൽ. ഞാൻ നിങ്ങളോട് പറയാ, 6 ആത്മഹത്യകൾ വഴിമാറിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒന്ന് കുറിച്ചിടുകയാ, യേശു കണ്ടവൻ മരിക്കാൻ അവൻ സമ്മതിക്കുകയില്ല. ഇന്ന് രാത്രി ആരോടോ പറയുന്നു, ലോറിക്കടി പോയി കേറിയിട്ട് നിനക്ക് ജീവനുണ്ടല്ലോ, കൊറോണ വന്ന് വലിച്ചു കടന്നിട്ട് നീ ജീവനോടെ ഇരിക്കുന്നുണ്ടല്ലോ. എന്റെ കുഞ്ഞെ പെറ്റ അമ്മയുടെ ഗർഭപാത്രവും ഊർത്തി കുടിച്ച പാലിന്റെ നന്മയോ കേറിക്കിടക്കുന്ന വീടിന്റെ ഗുണവുമല്ല, യേശുവിന് തന്നെ ആവശ്യമുള്ളത് കൊണ്ട് കരമടിച്ചോണ്ട് ഇന്ന് രാത്രി നീ ജീവനോടെ ഇരിക്കുന്നു. ഒന്ന് ആർത്തു വിളിച്ച് യേശുവിനെ ആരാധിക്കാം. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. എൻ്റെ ചെറുവലിൻ്റെ വലിപ്പമുള്ള കഞ്ചാവിൻ്റെ ചുരുട്ട് അപ്പൻ്റെ ഒരു കൂട്ടുകാരൻ കൊടുത്തത് വലിച്ചു വീടിൻ്റെ മുറ്റത്തൊരു ഏറുമാടത്തിൽ അർത്ഥബോധത്തിൽ കിടക്കുമ്പോൾ 2 സുവിശേഷകന്മാർ വീട്ടിൽ വന്നു. ഈ പെന്തിക്കോസുകാർക്ക്, ക്രിസ്ത്യാനികൾക്ക് സുവിശേഷീകരണം എന്ന് പറഞ്ഞൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം എനിക്കറിയില്ല, ഒരു പരിപാടിയുണ്ട്. എൻ്റെ അപ്പയുടെ പേര് സുഗുണൻ. നല്ലത് ഗുണൻ, ഗുണത്തോട് കൂടിയവൻ. എല്ലാ ഗുണവും കൂടെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എഴുന്നേറ്റ് ഓടും. എല്ലാരും കൈവിട്ടു. പക്ഷെ ഈ പുഴുത്ത എൻ്റെ അപ്പന്റെ കട്ടിലിന്റെ ചോട്ടിൽ 2 സുവിശേഷകന്മാർ വന്നിരുന്നു. സുവിശേഷം പ്രസംഗമല്ല, പ്രവൃത്തിയാണ്. എത്ര പേര് ആമേൻ പറയുന്നു എനിക്കറിയില്ല. സുവിശേഷം പ്രസംഗമല്ല, അത് പ്രവൃത്തിയാണ്. അവരെൻ്റെ അപ്പനോട് അമ്മ രാത്രി പറഞ്ഞു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ കേൾക്കണ്ടോ? എൻ്റെ അപ്പൻ ചോദിച്ച ചോദ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എടോ, ഞാൻ ദൈവങ്ങളില്ലാത്ത കുടുംബത്തിൽ ജനിച്ച ആളല്ലടോ. എൻ്റെ അപ്പൻ ചോദിച്ച 2ാമത്തെ ചോദ്യം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ പുണ്യസ്ഥലങ്ങളെല്ലാം കയറി ഇറങ്ങി നിരങ്ങിയാണ് ഞാൻ. എൻ്റെ കുടുംബക്കാരും ദൈവങ്ങളും എല്ലാം കൈവിട്ട സ്ഥാനത്ത് ഇനി ക്രിസ്ത്യാനിയുടെ ദൈവം എന്നെ എങ്ങനെ രക്ഷിക്കാനാണ്? അന്നാണ് എൻ്റെ അപ്പനൊരു സത്യം അറിഞ്ഞത്, യേശു ക്രിസ്ത്യാനികളുടെ ദൈവം അല്ലെന്ന്. എത്ര പേരാ കരമുയർത്തി ആമേൻ പറയുന്നു? അവൻ മനുഷ്യരുടെ ദൈവമാണ്. അവൻ മനുഷ്യരുടെ ദൈവമാണ്. ആകാശത്തിന്റെ കീഴെ മതമില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. ജാതിയില്ല. അവൻ
മാനവകുലത്തിന് രക്ഷപ്പെടാൻ ഒരു ദൈവം. അന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഈ വീട്ടിൽ എല്ലാ ചൊവ്വാഴ്ച 20 രൂപ പിരിച്ച് ഒരു പ്ലാസ്റ്റിക്കിന്റെ കസേര ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. നിങ്ങളെല്ലാവരും ഇന്ന് രാവിലെ ഹൂസ്റ്റനിൽ നിന്ന് വന്നതല്ലേ? പ്ലാസ്റ്റിക് കസേര എന്ന് പറഞ്ഞപ്പോൾ എനിക്കിട്ട് തുറച്ചു നോക്കുന്നത് അതെന്നെ കസേര. എൻ്റെ പുഴുത്ത കാലുള്ള അസ്ഥിവാരം തെളിഞ്ഞ് എൻ്റെ അപ്പനെ അവരെടുത്ത് കസേരയിൽ ഇരുത്തിയേച്ച് ആമേൻ ചേറ് നിറഞ്ഞു കിടക്കുന്ന കണ്ടത്തിൽ കൂടെ എൻ്റെ അപ്പനെ ചുവന്നുകൊണ്ട് പോയൊരു പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി ഇങ്ങോട്ട് നടന്നു വന്നു. നല്ലപോലെ വർഷം 38 ഞങ്ങളുടെ വീട്ടിൽ ഉപദേശിമാർ 5 എണ്ണം. അസൂയ കണ്ടോ? അയ്യടാ. അപ്പനും അമ്മായിയപ്പനും IPC, ഒരു പെങ്ങളെ കെട്ടിയവൻ AG, ഒരു പെങ്ങളെ കെട്ടിയവൻ ന്യൂ ഇന്ത്യ, ഞാൻ സ്വതന്ത്ര സഭ. ഇന്ത്യയിലെ എല്ലാ സഭയും ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. പിതാവില്ലാത്തോർക്കും നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും വിധവയ്ക്കും കാന്തനും സാധുവിൻ അപ്പവും എല്ലാവർക്കും എല്ലാം കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിൻ അപ്പവും എല്ലാവർക്കും എല്ലാം കർത്താവത്രേ. യേശു അത്ര നല്ലവനാ. കരവേർത്ത് ഇനി ഞാൻ ഈ വാക്യത്തിലോട്ട് കയറുക. നമ്മുടെ യോഗം തീരുന്നില്ലേ? ഹല്ലേലൂയ. ഞാൻ തീരുമ്പോൾ നിർത്താം, അല്ലെങ്കിൽ നിർത്തുമ്പോൾ തീർക്കാം. എന്നാലും നിങ്ങൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി കട്ടിലെന്ന് താഴെ പോയാലും ഞാൻ വീട്ടിൽ ചെല്ലുകയില്ല. എനിക്ക് എത്ര മണിക്കൂർ ഇനി ഓടണമെന്നറിയാം. അതുകൊണ്ട് ഞാൻ ഈ ദൂതൊന്ന് പറഞ്ഞു തീർത്താൽ അന്നേരം നിർത്താം. എനിക്ക് നിങ്ങളെ പ്രസംഗിച്ച് കൊല്ലാൻ താല്പര്യമില്ല. പെന്തിക്കോസുകാരുടെ കല്യാണത്തിന് വന്ന നാട്ടുകാരുടെ പരാതി, ആ കല്യാണം കഴിക്കുന്നതുകൊണ്ട് കൊച്ചിനൊരു വയസ്സായാലും യോഗം തീരുകയില്ലെന്നാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ നിങ്ങളെ ഉപദ്രവിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ കേൾക്കുന്ന അത്ര മനുഷ്യന് ഒത്തിരി നേരം ഒന്നും കേട്ടാൽ തലയ്ക്കകത്തോട്ട് കയറിയാൽ ഇപ്പം തന്നെ യോഗം നിർത്തിയേക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ആളോട് ചിലരൊക്കെ പുറകിൽ നിന്ന് അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഇല്ല ഞാൻ വന്നേനെ അങ്ങോട്ട് വിളിക്കുക, ഇങ്ങോട്ടൊന്ന് വരാമെന്ന്. ഇപ്പം നടക്കുകയല്ലേ. ഞാനിവിടെ അത്യാവശ്യം 1-2 കാര്യം പറയാൻ പോകാം. 36 അത്ഭുതങ്ങൾ യേശു ചെയ്യുന്നു. 36 അത്ഭുതങ്ങൾ. 3 മരിച്ചവർക്ക് ഉയർപ്പ്. യായിറോസിന്റെ മകളെ വീട്ടിൽ, വിധവയുടെ മകനെ റോട്ടിൽ, ലാസറിന്റെ വീട്ടിലുമല്ല റോട്ടിലുമല്ല കല്ലറയ്ക്കകത്ത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, വീട്ടിൽ നഷ്ടപ്പെട്ട വീട്ടിൽ വന്ന് തിരിച്ചു തരും, റോട്ടിൽ നഷ്ടപ്പെട്ട റോട്ടിൽ വന്ന് തിരിച്ചു തരും. കൈവിട്ടു പോയത് കല്ലറയിലാണോ അവിടെ വന്ന് തിരിച്ചു തരും. നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കാൻ യേശു വിശ്വസ്തനാണ്. ഹല്ലേലൂയ. യായിറോസിന്റെ മകള് മരിച്ച അധിക സമയം ആകുന്നതിന് മുമ്പ് ഉയർപ്പിച്ചു. വിധവയുടെ മകനെ സെമിത്തേരിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാ ഉയർപ്പിച്ചത്. ലാസറിനെ 4-ാം ദിവസമാണ് ഉയർപ്പിച്ചത്. എത്ര പുതിയ വിഷയത്തിനും എത്ര പഴകിയ വിഷയത്തിനും യേശുവിന്റെ കയ്യിൽ പരിഹാരമുണ്ട്. ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന പ്രശ്നം 50 വർഷം പഴകിയതാണെങ്കിലും 5 സെക്കൻഡ് കൊണ്ട് നിന്നെ വിടുവിപ്പാൻ ആ കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിന് കഴിയും. പോട്ടെ, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, ഇരുണ്ട ലോകം തെളിയുന്നു യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ. അങ്ങനെ കർത്താവിന്റെ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ പ്രൗഢഗംഭീരമായ 3 അത്ഭുതങ്ങളുടെ ആഴങ്ങളാണ് മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം. 1, 6000 ഭൂതത്താൽ പിടിക്കപ്പെട്ട, ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച്, 6000 ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം. 2, 12 വർഷമായി പിശാച്
രക്തമൂറ്റി രക്തസ്രവമെന്ന മാരക ശാപ അസുഖത്താൽ പിടിക്കപ്പെട്ട് ഉള്ളതെല്ലാം വിറ്റ് തൊലച്ച് മുടിഞ്ഞു മുക്കോണമായി ഉമ്മം കുരുത്തിരിക്കുന്ന പാവം ഒരു പെണ്ണിന്റെ ചരിത്രം. 3, ഏകജാതയായ മകൾ നഷ്ടപ്പെട്ട് അലറിക്കരയാൻ ആരോഗ്യമില്ലാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു യായിറോസിന്റെ ഭവനം. 3 സംഭവങ്ങൾ ചേർത്ത് പറഞ്ഞാൽ 3 രാത്രിയും തികയാത്തത് കൊണ്ട് കമ്പിവാചകം പോലെ പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലായിരിക്കണം. 1, യായിറോസിന്റെ വീട്, ആള് പള്ളിപ്രമാണിയാൻ. ആമേൻ. 39 ന്യായപ്രമാണത്തിന്റെ പുസ്തകങ്ങൾ അങ്ങ് ഉൽപ്പത്തിയിൽ തുടങ്ങി മലാഖിയിൽ അവസാനിക്കുന്ന ആമേൻ ന്യായപ്രമാണത്തിന്റെ പുസ്തകങ്ങൾ അരച്ചു കലക്കി ചണ്ടികളഞ്ഞ് ചാറകത്ത് കയറ്റിയ ന്യായപ്രമാണത്തിന്റെ വൃന്ദങ്ങൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യെരുശലേം ദേവാലയത്തിന്റെ കാവൽ പട്ടാളം, മതത്തിന്റെ കാവൽ പട്ടാളക്കാരൻ. ആമേൻ. ഒരിക്കൽ വഴിയിൽ നിന്ന് പ്രസംഗിക്കുകയാ, യേശുവിന്റെ പുറകെ പോകരുത്, പോയാൽ പള്ളിപ്രശ്നനാക്കും. 38 വർഷത്തിന് മുമ്പ് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ നേരിട്ട് 1-2 ചോദ്യം പറയാം. 1, എൻ്റെ അപ്പനോട് വഴി വെച്ച് ഒരാൾ ചോദിച്ചതാ, എടാ നിന്റെ പെമ്പിള്ളാരെ എവിടെ കൊണ്ട് കെട്ടിക്കും? 1. 2, ചത്താൽ എവിടെ കൊണ്ട് കുഴിച്ചിടും? ഒന്നുകൂടെ ചോദിക്കാൻ പോവാ, എല്ലാവരും എന്നെ കേട്ടോണേ. 1, നിന്റെ പെമ്പിള്ളാരെ എവിടെ കൊണ്ട് കെട്ടിക്കും? അതാ ഒന്നാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യം, ചത്താൽ എവിടെ കൊണ്ട് കുഴിച്ചിടും? എൻ്റെ അപ്പന് കഴുത്തിന് ചുറ്റും നാക്ക. എൻ്റെ അപ്പം പറഞ്ഞ മറുപടി ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, പെൺപിള്ളാരാണെ ആൺപിള്ളാർ കെട്ടിക്കോളൂ, ഇയാൾ കട്ടപ്പെടണ്ടെന്ന് പറഞ്ഞു. ദേ കിടക്കും. ഹല്ലേലൂയ. ഈ അന്നത്തെ ആ കേട് മാറ്റാനാണോ എന്ന് അറിയത്തില്ല. ഇപ്പൊ ഒരു കല്യാണത്തെ നിൽക്കുന്നില്ല, പല കല്യാണങ്ങൾ കഴിച്ചേക്ക് അന്നത്തെ ആ വെപ്രാളം മാറ്റാനാണോ എന്ന് മനസ്സിലായിട്ടില്ല. അമ്മ പെൺപിള്ളാരെ എവിടെ കൊണ്ട് കെട്ടിക്കുമെന്ന്? നീതിമാന്റെ സന്തതി തുണയില്ലാതിരിക്കുന്നതും അവന്റെ തലമുറ ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. കാരണം അടിച്ചൊരാവൻ പറഞ്ഞാട്ടെ. മാതാവേ, പിതാവേ, നീ വിശ്വസ്തമായി ഈ ദൈവത്തെ സേവിച്ചാൽ നിന്റെ തലമുറ വഴിയാധാരമാകാൻ എന്റെ അപ്പൻ അനുവദിക്കത്തില്ല. വിശ്വസിച്ചോണ്ട് ഒരാമയും പറഞ്ഞാട്ടെ. 2ാമത്തെ ചോദ്യം, എവിടെ കൊണ്ട് അടക്കുമെന്ന്? അന്ന് ഈ പെന്തിക്കോസുകാർക്ക് നല്ല സെമിത്തേരി ഒന്നുമില്ല, വല്ല കാടിനകത്തൊക്കെ 2 സെന്റ് സ്ഥലമൊക്കെയാണ്. ഈ കാട്ടിലൊക്കെ കൊണ്ട് ഇട്ടേച്ചു പോന്നാൽ ഈ ഡെഡ് ബോഡിക്ക് ചിലപ്പോൾ പരാതി കാണും. ഞാനൊരു സന്തോഷം പറയാം, ഈ ഉയർക്കുകയില്ലാത്തവനെ മാർബിളിനകത്ത് കൊണ്ടിടുന്നതിനേക്കാൾ നല്ലത് ഉയർക്കുന്നവനെ വല്ല കാട്ടിൽ കൊണ്ടിടുന്നതാണ്. ഞാൻ ദൈവമക്കളോട് പറയാം, അടക്കത്തെക്കാൾ വലുതാണ് ഒടുക്കം. ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ ധൈര്യം എന്നാണെന്നറിയോ? ഒരു ഉയർപ്പുണ്ടെന്നുള്ളതാ. നിങ്ങൾ എത്ര പേര് കേൾക്കുന്നുണ്ട്? ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. മൃഗങ്ങളുടെ മാംസം വേറെ, മനുഷ്യരുടെ മാംസം വേറെ. എന്തിനാ പൗലോസ് പറഞ്ഞെന്നറിയോ? ഈ ദ്രവത്വമുള്ളത് ആ ദ്രവത്വം പ്രാപിക്കുന്ന നിങ്ങൾ കരമടിക്കുന്നില്ല. ഈ മർത്യമായത് ആ മർത്യത പ്രാപിക്കുന്ന, മരണം നീങ്ങി ജയം വരുന്ന, മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച് ഒരു തലമുറ ഉൾപ്രാവണം പ്രാപിക്കുന്ന ദിവസം വരുന്നു. ആമേൻ. ഒരു ദൈവപൈതലിന്റെ ഏറ്റവും വലിയ ധൈര്യം, യേശു മടങ്ങി വരും, ഞങ്ങൾ ഉയർക്കും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഒന്നുകൂടെ കരം ഉയർത്തി പറ, യേശു മടങ്ങി വരും. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാഞ്ഞിട്ടാ ഓസ്ട്രേലിയ വിസ അടിക്കുന്നു എന്ന് പറഞ്ഞ് പാവപ്പെട്ട ദൈവമക്കളെ കൊണ്ട് ആരാധിപ്പിച്ച് 6-ാം മാലിക്ക് നീര് കയറ്റുന്ന പാസ്റ്റർ അല്ല ഞാൻ. ചുമ്മാ ഞാൻ യേശുവിന്റെ ക്രൂശ് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നത്. നിങ്ങൾ എന്നെ കേക്ക്. ഹല്ലേലൂയ. ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു ഉയർപ്പുണ്ട്. 12 കോടി രക്തസാക്ഷികൾ സഭയ്ക്കകത്തുണ്ട്. ഈ പാവപ്പെട്ട ദൈവമക്കളെ ഈ തല്ലാനും കൊല്ലാനും വരുന്ന മനുഷ്യര് ആ ചരിത്രം ഒന്ന് വായിച്ചിരുന്നേ അവർ മാറി നിന്നേനെ. പിന്നെ മെഴുകിനകത്ത് മുക്കി കത്തിച്ചു വിശുദ്ധന്മാരുടെ ശരീരം. നെയ്ക്കണ്ടവും മെഴുകും കൂടെ ഒരുമിച്ച് ഉരുക്കി പൊട്ടിത്തെറിക്കുമ്പോൾ ആ വെട്ടം കണ്ട് പന്തുകളി കണ്ട നരാധവന്മാർ ഇവിടെയുണ്ട്. മൃഗത്തിന്റെ തോലിനകത്ത് ചുറ്റി വെയിലത്തിട്ടേച്ച് വിശുദ്ധന്മാരുടെ അസ്ഥി പൊടിഞ്ഞ് മൃഗത്തോലിനകത്ത് കിടന്ന് വാവിട്ട് കാറി അലറി മണ്ണിനോട് മടക്കയാത്ര പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധന്മാരെ ഗ്രൗണ്ടിൽ നിരത്തി കിടത്തിയിട്ട് അവരുടെ മേളിൽ കൂടെ രഥമോടിച്ച് അവരെ കൊന്ന് കൊലവിളി നടത്തിയിട്ടുണ്ട്. എണ്ണയ്ക്കകത്തിട്ട് കാമെ വറുത്ത് കോരിയിട്ടുണ്ട്. ജീവനോടെ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. കടലിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. കൂറ്റൻ കാളകളുടെ മുമ്പിൽ കൊമ്പിൽ കുത്തി കോർക്കാൻ വിശുദ്ധന്മാരെ എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്.
രണ്ട് മരങ്ങൾ വലിച്ചടിപ്പിച്ച് രണ്ട് കാലുകൾ രണ്ട് മരത്തിൽ കെട്ടിവെച്ച് മരം അഴിച്ചു വിട്ടപ്പോൾ വിശുദ്ധന്മാരുടെ ശരീരം നെടുകെ കീറിയാടിയിട്ടുണ്ട്. തെറിച്ച ചോരയുടെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് യേശുവിനെ തള്ളി പറയുന്ന ഒരു തലമുറയല്ല, മരിച്ചാലും യേശു മതി എന്ന് പറയുന്ന. കരമടിക്കാമെങ്കിൽ ഇത് പീഡിപ്പിക്കുമ്പോഴും പെരുകുന്ന ഒരു ജാതിയാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഉൽപ്രാപണമാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം. മരണ വീട്ടിലൊക്കെ ചെന്നിരിക്കുമ്പോൾ പാടുന്ന പാട്ട് നിങ്ങൾ ഓർക്കുന്നില്ല? പേർ വിളിക്കും നേരം കാണും. മരണ വീട്ടിലെ പാട്ടാ പാടുന്ന, ഞാൻ പാടിക്കോളാം. നീ എവിടെയെങ്കിലും ചെന്ന് ഉരുണ്ട് കയറിയിട്ട് അവസാനം എന്റെ തലയിൽ വരരുത്. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും ശോഭയേറും ഓർനാടുണ്ടത് കാണാമേ ദൂരവിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തൂതന. കൈയൊന്ന് ഉയർത്തിക്കൊണ്ട് വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേ. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ കർത്താവിനെ കണ്ടുമുട്ടി റോഡിലോട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു കോടീശ്വരൻ ഡബിൾ ബാരലിന്റെ തോക്ക് 2 ഭിത്തിയെ തൂക്കിയ 8-10 ബോട്ട് സ്വന്തമായിട്ടുള്ള 100 കണക്കിന് ഏക്കർ വസ്തുവുള്ള കിരീടം വെക്കാത്തൊരു രാജാവിനെ പോലെ ജീവിച്ച ഒരു കോടീശ്വരനായ മനുഷ്യൻ എൻ്റെ അപ്പനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, എടാ നീയും ഹല്ലേലൂയ വെക്കാൻ പോയോന്ന്? എൻ്റെ അപ്പം പറഞ്ഞു, പിന്നെ ഞാൻ പോയി, ഞാനിപ്പോൾ തകർക്കുവാന്ന് പറഞ്ഞു, ഹല്ലേലൂയ വെക്കുക. അന്നേരം ആ പുള്ളിക്കാരൻ എൻ്റെ അപ്പനെ കുറേ കളിയാക്കി. അന്നേരം എൻ്റെ അപ്പം പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പാപ്പച്ചെന്നാ. പാപ്പച്ച, ഇത് മലവെള്ളപ്പാച്ചില, സൂക്ഷിച്ചെന്നില്ല ഇതിനകത്ത് വീഴുമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു മോനെ, ഇത് പറഞ്ഞതിൻ്റെ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ ഈ പുള്ളിയുടെ ഭാര്യ സ്നാനക്കുളത്തിൽ നിൽക്കുന്നു. ഇത് മണലിയാണോ മണ്ണലിയാണോ? സ്വോത്രം പറയുന്നുണ്ടോ? ഈ എതിർത്ത പുള്ളിയുടെ ഭാര്യ സ്നാനക്കുളത്തിൽ നിൽക്കുന്നു. അത് ഞാൻ പിന്നെയും സഹിച്ചു. ആ പുള്ളിയുടെ വീട് ചർച്ചക്കൂടിന്റെ സഭയാ. അപ്പോട്ടെ, ഇതൊന്നും പറയാൻ നേരം കിട്ടില്ല, അതാ എൻ്റെ പ്രശ്നം. പള്ളിപ്രമാണി വഴി നിന്ന് പറയും, യേശുവിൻ്റെ പുറകെ പോകരുത്, പോയാൽ അവനെ പള്ളിപ്രട്ടനാക്കും, അവൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിൽ ഇടപെടുകയില്ല, പഠിക്കാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് തരികയില്ല. ഇതൊക്കെ വേണ്ട, ഇതൊക്കെ പൊതുവെ ഇങ്ങനെയുള്ള എന്നാ പീരങ്കിപ്പടയാന്നറിയോ? എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇത് പ്രസംഗിച്ചു. പിറ്റേ ദിവസം ഇവിടെ നിൽക്കുക. പിറ്റേ ദിവസം നാട്ടുകാരെല്ലാം നോക്കുമ്പോണ്ടല്ലോ, ഈ പള്ളിപ്രമാണി വന്നത് ഇങ്ങനെ കാലെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന യേശുവിന്റെ. ഇവർക്ക് നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചയില്ല ഞാൻ ഈ കാണിക്കുന്നത്. ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ഈ കാശ്മീരിലെ പാസ്റ്റർ അല്ല, പള്ളിപ്രമാണി തലേദിവസം പറഞ്ഞതാ യേശുവിന്റെ പുറകെ പോയി അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്ന്. ആ പുള്ളി ഇപ്പൊ യേശുവിന്റെ കാലെ പിടിച്ച് കിടന്നിട്ട് പറയുക, എന്റെ മോള് മരിച്ചുപോയി, ഒന്ന് വരണം അവിടം വരെ. ഇരുന്നോ പാസ്. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ആമേൻ. ഈ യേശുവിന് എതിരെയാ ഞാൻ പ്രസംഗിച്ചെങ്കിലും മരിച്ച എന്റെ മോളെ ജീവിപ്പിക്കാൻ ഇവനെ പറ്റത്തുള്ളൂ. എനിക്കറിയില്ല, മനുഷ്യരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ചില ഭവനങ്ങളിൽ കർത്താവ് വിടാൻ പോകുകയാ. എഴുതി വെച്ചോ, ഈ കൺവെൻഷൻ കഴിയുമ്പോ ഒന്ന് ശക്തിയോട് അന്യഭാഷ പറഞ്ഞ് ഒരിക്കലും ചിന്തിക്കാത്ത ചില വീടുകൾക്കകത്തു നിന്ന് വിളി വരാൻ പോകുകയാ. രക്ഷിക്കുക, എന്റെ മകൾ കൈവിട്ടുപോയി, രക്ഷിക്കുക, എന്റെ മകൻ കൈവിട്ടുപോയി, വരിക. എനിക്കറിയില്ല, ഇന്ന് രാത്രി ഞാൻ ഈ പുൽപ്പിറ്റ് നിൽക്കുമ്പോ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഒരു പറ്റ യൗവനക്കാരെ കർത്താവ് തൊടാൻ പോകുകയാ. Come on, come on, take Lebratasa Kalamayat Reba Kamaneyase കഞ്ചാവിന്റെ പൊതി എറിഞ്ഞ്, മദ്യക്കുപ്പി എറിഞ്ഞ്, വ്യഭിചാരം എറിഞ്ഞ്, പാപം എറിഞ്ഞ്, ശാപം എറിഞ്ഞ്, സാത്താനെ എറിഞ്ഞ്
ടാറ്റു അടിച്ചതും പച്ച കുത്തിയതും ആമെ സ്റ്റഡ് ഇട്ടതും കേറി വരാൻ പോകയാ. എഴുതി വെച്ചോ വിശ്വാസത്താൽ ഒരു ആമേൻ. ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വാക്ക് ഓർമ്മയുണ്ട്. മോശക്കെതിരെ മത്സരിക്കുന്ന കോരഹിന്റെ മക്കൾ മോശക്കെതിരെ മത്സരിക്കൽ അവർ ആരാധിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, മത്സരിക്കുന്നവരുടെ തലമുറകൾ ദൈവകൃപയ്ക്ക് വേണ്ടി നിൽക്കുന്നത് നിങ്ങൾ കാണാൻ പോകയാ. വഴക്കുണ്ടാക്കുന്ന ഒരു കൂട്ടരുടെ തലമുറ അഭിഷേകത്തിന് വില കൊടുക്കുന്നത് ഈ കാലഘട്ടം കാണാൻ. പള്ളിപ്രമാണി യേശുവിന്റെ കാലെ കെട്ടിപ്പിടിച്ചിട്ട് പറയാ, എൻ്റെ മകൾ മരിച്ചുപോയി, നീ വന്ന് കൈവച്ചാൽ അവൾ തിരിച്ചു വരുമെന്ന് ഞാൻ അറിയുന്നു. മണലി ദേശത്തോട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ദൂത് വിടുകയാ. യേശുവിന്റെ കൈ ഒരു വിഷയത്തെ തൊട്ടാൽ അത് എവിടെ പോയാലും തിരിച്ചു വരും. അത് നഷ്ടപ്പെട്ടാൽ മടങ്ങി വരും. യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്ത് കുറെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകയാ. എല്ലാം നഷ്ടപ്പെട്ട ചില വീടുകൾക്ക് സ്വർഗം എല്ലാം തിരിച്ചു കൊടുക്കാൻ പോകയാ. യേശുവേ എന്ന് വിളിക്ക. യായിറോസിന്റെ വിഷയം ഞാൻ വിടുകയാണ്. രക്തസ്രവക്കാരി സ്ത്രീയുടെ ചരിത്രത്തിലേക്ക് വരുന്നു. ഒരസുഖത്തിന്റെ വേദനയേക്കാൾ വലുതാണ് തിരസ്കരണം. ലോകത്തിലെ ഏറ്റവും വലിയ അസുഖം കുഷ്ഠരോഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഡോക്ടർ പോൾ എന്ന് പറയുന്ന മനുഷ്യൻ 16 വർഷം കുഷ്ഠരോഗികളെ സംരക്ഷിക്കാൻ കർവല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ വന്ന് റിസർച്ച് നടത്തി അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട ചരിത്രങ്ങളൊക്കെ ഫിലിപ്പിയാൻസിയുടെ ബുക്കിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, കുഷ്ഠരോഗത്തിന്റെ പ്രത്യേകത അടർന്നു പോകുന്ന മാംസത്തെക്കാൾ മനസ്സിനേൽക്കുന്ന മുറിവാണ് ഭീകരമായി നിൽക്കുന്നത്. ചില രോഗങ്ങൾക്ക് ബോഡിക്ക് വേദനയില്ലെങ്കിലും വേദന മുഴുവൻ മനസ്സിനാണ് കേറി. ഈ രക്തസ്രവം എന്ന അസുഖത്തിന്റെ പ്രത്യേകത ആളിനെ പുറത്താക്കും, ആളിനെ തള്ളിക്കളയും, അടുപ്പിക്കത്തിൽ അകറ്റിക്കളയും. അയ്യോ, എനിക്ക് വാക്യം വായിക്കുമ്പോൾ ഈ സ്റ്റേജ് കിടന്ന് ചാടണം തോന്നുന്ന കാര്യം എന്നറിയാമോ? 12 വർഷമായി രക്തം പിശാച് ഊറ്റിയെടുത്തൊരു സ്ത്രീയുടെ ചരിത്രം ഞാൻ പത്രത്തിൽ വായിച്ചെന്ന്. ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായവൻ 10 മിനിറ്റ് ചോര വാർന്ന് റോട്ടിൽ കിടന്നു മരിച്ചുപോയെന്ന്. കാറിടിച്ചവൻ അരമണിക്കൂർ ബ്ലീഡ് ചെയ്ത് കാറിനകത്തിരുന്ന് മരിച്ചുപോയെന്ന്. ബാത്റൂമിൽ വീണയാള് ദേഹത്ത് മുറിവേറ്റിട്ട് ചോര വാർന്ന് അവിടെ കിടന്ന് ചത്തുപോയെന്ന്. എന്റെ മനസ്സിൽ ഞാൻ എഴുതി വെച്ചു, ആക്സിഡന്റ് ആയാൽ 10 മിനിറ്റ് ചോര പോയാൽ ചാകും, ചിലർ അരമണിക്കൂർ ചോര പോയാൽ മരിക്കും, ചിലർ 1 മണിക്കൂർ ബ്ലീഡ് ചെയ്താൽ മരിക്കും. പക്ഷെ ഇതെനിക്ക് അത്ഭുതമാ, 12 വർഷം രക്തമൂറ്റിയിട്ടു ഇവള് മരിക്കുന്നില്ല. ഇന്ന് രാത്രി എഴുതി വെച്ചോണ്, മരണക്കുറിപ്പ് പിശാചിന്റെ കയ്യിലല്ല. യേശു നിന്നെ തൊടാൻ ആഗ്രഹിച്ചാൽ നിന്നെ തകർക്കാൻ ഒരു രോഗത്തിനും ഒരു ശാപത്തിനും ഒരു അപകടത്തിനും ഇന്ന് രാത്രി യോഗം കേൾക്കുന്നുണ്ട് ചിലര്. മരണം മണത്ത് നോക്കിയിട്ടും നിന്നെ കൊണ്ടുപോകാതെ പോയത് നീ കർമ്മഭാഗ്യമെന്നും ജന്മഭാഗ്യമെന്നും പറയുന്നു. യേശു പറയുന്നു, അല്ല, എനിക്ക് നിന്നെ ആവശ്യമുള്ളത് കൊണ്ട്. കൊറോണ ലക്ഷങ്ങളെ നക്കിത്തുടച്ചു. 30,000 പേരോളം ആത്മഹത്യ ചെയ്തു. എത്രയോ പേര് മാനസിക വിഭ്രാന്തിയിലായി. എത്ര മക്കൾ അനാഥമായി. ഇന്ന് രാത്രിയിൽ നീ പന്തലകത്തിരിക്കുന്നത് നിന്നെ കൊറോണ മിച്ചം വെച്ചതല്ല, യേശു നിന്നെ ഇരുത്തിയതാണ്. എന്തിനാണെന്നറിയാമോ? നിന്നെ ഒന്ന് തൊടാൻ. എത്ര പേരെ കരമടിച്ച് നിന്റെ തലമുറയെ ഒന്ന് തൊടാൻ. ഇനി നേരെ ഗദർദേശത്തെ ചെറുപ്പക്കാരന്റെ ചരിത്രത്തിൽ കയറി പ്രാർത്ഥിക്കാൻ പോവാ. എന്നെ കേൾക്കുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു ചെറുപ്പക്കാരൻ. ആരാണ് ഇയാൾ? ഏതാ ഇയാളുടെ വീട്? എന്താ ഇവന്റെ പേര്? എന്താണ് ഇവന്റെ വിദ്യാഭ്യാസ യോഗ്യത? കാണാൻ നല്ലതാണോ? ഏതാണ് ഇവന്റെ കുലം? ഏതാണ് ഇവന്റെ കുടുംബം? ഒന്നുമില്ല. ഒരു ചെറുപ്പക്കാരനെ മാർക്കോസ് ഉയർത്തിപ്പിടിച്ചു. അവന്റെ പേരില്ല, അവന്റെ അവസ്ഥയുണ്ട്. തുണി ഉടുക്കുകയില്ല, കിടക്കുന്നത് കല്ലറയില. മലമടക്കുകളിൽ രാത്രി നിലവിളിച്ച് കരയും. ചങ്ങലയിട്ട് പൂട്ടിയാൽ ചങ്ങല ഉരുമി ഓടിക്കും. ഉഗ്രനാണ്. 6000 ദുരാത്മാവ് വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മാംസപിണ്ഡം. അപമാനത്തിന്റെ പെരുവഴിയോരത്ത് നാണക്കേടിന്റെ നാൽക്കവലിൽ പെട്ടുപോയ ഒരു ബാല്യക്കാരന്റെ, ഒരു യൗവനക്കാരന്റെ ചരിത്രം. ചോദ്യം, ഇവനെ മാവേന്ന് വീണ് കിട്ടിയതാണോ? അല്ല. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
ഇവനെ പ്ലാവേന്ന് വീണ് കിട്ടിയതാണോ? അല്ല. ഇവനെ വഴി കടന്ന് കിട്ടിയതാണോ? അല്ല. ഓടി വന്ന് വെറുതെ പെരക്കകത്ത് കയറിയതാണോ? അല്ല. ആകാശത്ത് നിന്ന് ഉൽക്ക വീണപ്പോ അവിടുന്ന് വീട് കിട്ടിയതാണോ? അല്ല. ഇവനെ ഒരു അമ്മ പ്രസവിച്ചതാ. ഇവന് ജനിക്കാൻ ഒരു അപ്പൻ ബീജം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ വേദനകൾക്ക് പുറകിൽ ഒരു അമ്മയുണ്ട്, ആരും അറിയാതെ കരയുന്ന ഒരു അമ്മ. ഇവന് വീടുണ്ട്, നിങ്ങൾ എന്നോട് കൂടെ വാ. ഇവന് വീടുണ്ട്, ഇവൻ അമ്മയുണ്ട്, ഇവൻ അപ്പനുണ്ട്. പക്ഷെ ഇവനെ നയിക്കുന്നത് അമ്മയല്ല, അപ്പനുമല്ല, സാത്താനാണ്, പിശാചാണ്. ഇവൻ ദുരാത്മാവിന്റെ പിടിയിലാണ്. ഇവൻ ഉടുപ്പില്ലാതെ നടക്കുകയാ, ഇവൻ കല്ലറയിൽ കിടക്കുകയാ. എന്നെ ഒന്ന് കേക്ക്. ഇവനെ അമ്മ പ്രസവിച്ചതാണെങ്കിൽ അമ്മ അനുഭവിച്ച വേദന തീവ്രമല്ലേ? എന്നെ നോക്കി, എന്നെ നോക്കി. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതാണ്. ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ മിറക്കിൾ ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതാണ്. വൈദ്യശാസ്ത്രം പറയുന്നു, ഒരു കൊച്ചിന് ജന്മം കൊടുക്കുമ്പോൾ അമ്മ അനുഭവിക്കുന്ന വേദന 57 ഡെൽ, 57 യൂണിറ്റ്. എന്നെ കേൾക്കണം. മിക്കവാറും അമ്മമാരുടെ കയ്യിൽ ഒരു എലിക്കുഞ്ഞ് പോലത്തെ സാധനമാണ് കയ്യിലോട്ട് കിട്ടുന്നത്. കരയാൻ പോലും കരുത്തില്ലാത്തൊരു സാധനം. വളർന്നിങ്ങോട്ട് കഴിയുമ്പോൾ അവന്റെ ചിന്ത ഇത് മുഴുവൻ അവന്റെ കാൽക്കീഴിലാന്ന അഹങ്കാരി. നല്ലപോലെ കരയാൻ പോലും അറിയാൻ മേലാത്തൊരു സാധനം. 57 യൂണിറ്റ് വേദന. ഏതാ 57 യൂണിറ്റ് വേദന? പണ്ടാരോ എഴുതിയൊരു പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അമ്മയല്ലാതൊരു ദൈവമില്ലെന്ന് പാട്ട് കേട്ട് ഞാൻ വളർന്നു. കേട്ടിട്ടുണ്ടോ പാട്ട്? അമ്മയല്ലാതൊരു ദൈവമില്ലെന്ന് പാട്ട് കേട്ട് ഞാൻ വളർന്നെന്ന്. അടുത്ത വാക്ക് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. അമ്മ മറന്നാലും ദൈവം മറക്കില്ലെന്ന അനുഭവം എന്നെ പഠിപ്പിച്ചെന്ന്. അതേറ്റു. 57 യൂണിറ്റ് വേദന എന്നാന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാം. 57 യൂണിറ്റ് വേദന. വൈദ്യശാസ്ത്രത്തോട് ചോദിച്ചു, സാറേ പറ. ഡോക്ടറോട് ചോദിച്ചു, സാറേ പറ. നഴ്സിനോട് ചോദിച്ചു, ആന്റി പറ, ഏതാ 57 യൂണിറ്റ് വേദന? 57 ടെൽ. അവൻ ഒറ്റ നോട്ടത്തിൽ പറയും. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 206 അസ്ഥി, അതിനകത്ത് 20 അസ്ഥി പച്ചയ്ക്ക് വട്ടം ഒടിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന. ഓരോ തലമുറയ്ക്കും അമ്മ ജന്മം കൊടുക്കുമ്പോൾ 20 അസ്ഥി ഒടിയുന്ന വേദനയെ അകത്ത് പിടിച്ചുകൊണ്ടാണ് ഈ കൊച്ചിന് ജന്മം കൊടുക്കുന്നത്. ഈ കൊച്ചു ഉദരത്തിലുണ്ടെന്ന് അറിഞ്ഞ് അന്ന് മുതൽ അവൾ ഓടിക്കേറിയില്ല, ചാടി ഇറങ്ങിയില്ല. അവൾ ടൂറിന് പോക്ക് നിർത്തി, ഇഷ്ടമുള്ള ആഹാരം കഴിച്ചില്ല, എല്ലാവരുടെയും ഒപ്പം ഉറക്കളച്ചിരുന്നില്ല. എന്ത് കഴിച്ചാലും അവൾക്ക് ഗ്യാസ് കയറും. അങ്ങോട്ടനങ്ങിയാൽ നെഞ്ചുരുക്കും. അവൾ അക്ക് കളിക്കാൻ പോയില്ല, ഊഞ്ഞാല് പാടിയില്ല. ആർക്ക് വേണ്ടിയാണെന്നറിയോ? തൻ്റെ ഗർഭത്തിൽ വളരുന്ന ഈ മാംസപിണ്ഡത്തിന് വേണ്ടി. ഒരമ്മയുടെ സ്വകാര്യത മാറ്റിവെക്കുന്നത് ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഒരമ്മയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എടുത്ത് അയ്യത്തെറിയുന്നത് ഈ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇല്ല, മണല് ദേശത്തോട് ഞാൻ പറയാം, അമ്മമാരുടെ കണ്ണിനെ എന്നെ ഭേദിച്ച് തലമുറകൾ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അമ്മമാരുടെ ആരോ കരയുന്നു, ഏതോ അമ്മമാർ ഇവിടെ കരയുന്നു. എന്റെ തലമുറ ഇല്ല. എഴുതി വെച്ചു, 2023 തീരുന്നതിന് മുൻപ് എന്റെ ദൈവം ചിലതിനെ സന്ദർശിക്കാൻ പോകുകയാണ്. കരമടിക്കാമെങ്കിൽ ഇനി നിങ്ങൾ എന്നെ ഒരു 2 മിനിറ്റ് കൂടെ കേൾക്കണം. 57 യൂണിറ്റ് വേദന അനുഭവിച്ച് കുഞ്ഞിനെ പ്രസവിക്കുന്ന ഒരമ്മയും കൊച്ചിനെ പ്രസവിച്ച് ഇതുവരെ ബോധം കെട്ടിട്ടില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരമ്മയും പ്രസവിച്ച് ബോധം കെട്ടിട്ടില്ല. പിന്നെ എപ്പോഴാണ് ബോധം കെടുന്നത്? ഇവന്മാർ വലുതായി കഴിയുമ്പോൾ കാണിക്കുന്ന ഓരോന്ന് കാണുമ്പോഴാണ് ബോധം കെടുന്നത്. അന്ന് ബോധം കെട്ടില്ല. വൈദ്യശാസ്ത്രം കൈമലർത്തി വെച്ച് പറയുന്നു, എന്തുകൊണ്ട് ഈ സ്ത്രീ ബോധം കെടുന്നില്ല? കാര്യം വൈദ്യശാസ്ത്രത്തിന്റെ ചോദ്യം, ഹ്യൂമൻ സിസ്റ്റം, മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകത, മനുഷ്യ ശരീരത്തിന് 47 യൂണിറ്റ് വേദന അനുഭവിക്കാനേ അനുവാദമുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാം, മനുഷ്യ ശരീരത്തിന് 47 യൂണിറ്റ് വേദന അനുഭവിക്കാനേ അനുവാദമുള്ളൂ. നിങ്ങൾ കൊച്ചിന്റെ കളി കാണാനല്ല, ദൂത് കേൾക്കാനാണ് വന്നെങ്കിൽ ഇങ്ങോട്ട് നോക്കാവോ പ്ലീസ്? റൈറ്റ്. കൊച്ചുങ്ങൾ കളിച്ചോട്ടെ, അതുങ്ങളുടെ പ്രായം അതല്ലേ. അതുങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ അതുങ്ങളുടെ ലോകം വളരെ വിശാലം. എനിക്കും 2 പിള്ളേരുള്ളതാണ്. മോള് 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവളെ 12ാം ക്ലാസ്സിൽ വെച്ചല്ല പെറ്റത്, പെറ്റ ശകലേ ഉള്ളായിരുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചോളൂ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഹല്ലേലൂയ. 47 യൂണിറ്റിന്റെ അപ്പുറം വേദന തിന്നാനുള്ള അനുവാദം ഒരു മനുഷ്യ ശരീരത്തിനുമില്ല. വീടിനകത്ത് കരണ്ട് ഉണ്ടല്ലോ, കൊള്ളിയാൻ മിന്നുമ്പോൾ ചില കരണ്ടുകൾ ഷട്ട് ഡൗൺ ആകുന്നത് കണ്ടിട്ടുണ്ടല്ലോ.
ടക്കെന്ന് പറഞ്ഞ് ഓഫായി പോകും. അതൊരു ഷട്ട് ഡൗൺ സിസ്റ്റമാണ്. അതിൻ്റെ ഓപ്പറേറ്റർ സ്വർഗത്തിലെ ദൈവമാണ്. മനുഷ്യ ശരീരത്തിൽ 47 യൂണിറ്റിന് മേളിലോട്ട് വേദന പോയാൽ അവൻ്റെ ബോധം മറയും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ കാട്ടുപോത്ത് പോലത്തെ ഒരു ബൈക്കിൽ മരത്തിൽ ഓന്തിരിക്കുന്ന പോലെ നമ്മുടെ പിള്ളേർ റോട്ടിൽ കൂടെ പോകുന്നത് കണ്ടിട്ടില്ല? അവൻ പോയി, അവനവിടെ പാറശാലയിൽ ചെന്നു. അത് കൃത്യം മരത്തിൽ ഇങ്ങനെ ഓന്തിരിക്കുന്ന പോലെ ഇരിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത് കാണാം. അപ്പം ഈ പഠിക്കുന്നത് ഡിഗ്രിക്കാണെങ്കിലും ഉടുപ്പ് നഴ്സറി സ്കൂളിലെയാ, ചെറിയ ഉടുപ്പാണ്. എന്നാ ചെയ്യാനാ? അങ്ങനെയൊക്കെയാ ഇപ്പൊ സഹിക്കാൻ മേലാത്താണ്. ഇവന്മാർ ആമ്പിള്ളേർ അവന്മാരങ്ങനെ കയറും. അവന്മാരുടെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്നത് പെമ്പിള്ളേരെ കാണുമ്പോഴാണ് വെപ്രാളം വരുന്നത്. അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? BSNL ടവർ പോലെ ഇങ്ങനെ ഇരിക്കും. ഇവൻ കൊണ്ട് എവിടെയെങ്കിലും കുത്തിക്കയറ്റും, ഇവിടെ ആകാശത്തിൽ കൂടെ വീട്ടിൽ ചെല്ലും. കണ്ടോ? അങ്ങനെയാ അതിൻ്റെ ഇടപാടുകൾ. അപ്പം ഇവനെ കൊണ്ട് പോയി അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് കയറുക. ഞാൻ കുറച്ചാൾ മുമ്പ് ബോംബെയിൽ ഒരു യോഗത്തിന് വേണ്ടി പോയപ്പോൾ ഞങ്ങളുടെ കാറ് ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു ചെറുക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത് കണ്ടു. നേരെ ചെന്ന് ഇവനെ പിടിച്ചാൽ കിട്ടിയിട്ട് ടിപ്പറിൻ്റെ അടിയിലോട്ട് കയറിച്ച് തലയുടെ വെച്ച് ഇങ്ങനെ പിളന്നു പോയി. കണ്ണിൻ്റെ മുമ്പിൽ ചോര ചീറ്റുക, ഒന്നും ഇങ്ങനെ പിടയ്ക്കുന്ന കണ്ടു ആ ശരീരം. എനിക്ക് നോക്കാൻ മേലാതെ ഞാൻ സ്റ്റിയറിംഗിൽ നിന്ന് കൈവിട്ടു, കണ്ണു പൊത്തിയിരിക്കുക. അന്നേരം എൻ്റെ കൂടെ ഇരുന്ന് ബോംബെയിലെ പാസ്സാ, പുള്ളി 25 വർഷമായിട്ട് ബോംബെ താമസിക്കുക. പുള്ളി ഇത് കണ്ട് മരവിച്ച മനുഷ്യനാണ്. അപ്പം ഈ ഇടിച്ച് കയറുന്നതിൻ്റെ ആക്കത്തിൽ വണ്ടിയുടെ വലത്തോട്ടുള്ള ഇൻഡിക്കേറ്റർ ലോറിയുടെ അടിയിൽ കിടക്കുക, വീണ് കിടക്കുക. ഇങ്ങനെ ലോറിക്കടി വണ്ടി ഇടിച്ച് കയറിക്കുന്നു, ഇൻഡിക്കേറ്റർ വലത്തോട്ട് വീണ് കിടക്കുമ്പോൾ പാസ് പുള്ളി അതിനെന്ന് പറയാ, അടി കൂടെ വലത്തോട്ട് പോകാൻ നോക്കിയതാണ്. ലോറിയുടെ അടി കൂടെ റൈറ്റിലോട്ട് എടുത്ത നേരം എൻ്റെ ഇടയ്ക്ക് പോയി. അപ്പം ഈ നമ്മൾ പറയുന്നത് എന്താ? അവൻ ആ വേദന മുഴുവൻ അവൻ തിന്നില്ല മക്കളെ. അവനെ ഇടിച്ച സമയത്ത് അവൻ്റെ വണ്ടി, അവൻ്റെ സിസ്റ്റം ഷട്ട് ഡൗൺ ആയി. അവനെല്ലാം മറന്നു. വേദന മുഴുവൻ പ്രസവിച്ച തള്ളയ്ക്കാ. അവനൊന്നും അറിയുന്നില്ല. ഒരുത്തിന് 8 നില കെട്ടിടത്തിന് മേളിൽ നിന്ന് താഴെ പോയി. ഭാഗ്യത്തിന് പാറപ്പൊടിയുടെ മണ്ടയ്ക്കോട്ടാണ് വീണത്, അതുകൊണ്ട് അവൻ ചത്തില്ല. പക്ഷെ വീഴ്ച ഇവന് ബോധമില്ലാതെ താഴെ വീണത്. എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി. അവൻ്റെ കൂട്ടുകാരൻ 4 ആപ്പിൾ മേടിച്ചുകൊണ്ട് അവനെ കണ്ടേച്ച് പറയാം, നീ എന്ത് ഭാഗ്യവാനാ, 7 നില കണ്ടു പോരാലോ എന്ന്. അന്നേരം അവൻ പറഞ്ഞു, ഒന്നും കണ്ടില്ലേടാ, മറിയുന്നതേ ഓർമ്മയുള്ളൂ, പിന്നെ ഇവിടെ കിടക്കുന്നതാ ഓർമ്മ. ഷട്ട് ഡൗൺ സിസ്റ്റം തമ്പുരാൻ വെച്ചതാ. 47 യൂണിറ്റിൽ വേദന മേളിലോട്ട് പോയാൽ ബോഡി ഫെയിലിയർ ആകും, കോമയിലേക്ക് പോകും, സിസ്റ്റം ഡൗൺ ആകും. പക്ഷെ വൈദ്യശാസ്ത്രം കൈ ഉയർത്തി ചോദിക്കുന്നു, 57 യൂണിറ്റ് വേദന തിന്ന് പ്രസവിച്ചിട്ടും അമ്മ എന്താ ബോധം കെടാത്തത്? കൈ മലർത്തിപ്പിടിച്ച് വൈദ്യശാസ്ത്രം പേനയെടുത്തൊരു പേപ്പറെ കുറിച്ച് വെച്ചു. ബോധം കെടാത്തത് തലമുറ ജനിക്കുന്നു എന്നുള്ള ആനന്ദം കൊണ്ട് 10 യൂണിറ്റ് വേദനയെ അമ്മ മറികടക്കുകയാ. ഇങ്ങനെ മറികടന്ന് പ്രസവിച്ചാലല്ലേ ഇവന് കട്ടിലുണ്ട്, അമ്മ മേടിച്ച മുണ്ടുണ്ട്, ഉടുപ്പുണ്ട്, അമ്മയുടെ ഒരു കെട്ട് സ്വപ്നങ്ങളുണ്ട്. നിങ്ങളിവിടെ എത്ര അമ്മമാരിപ്പുണ്ട്? 2 മക്കൾ, 3 മക്കൾ, പണ്ട് കാലത്തൊക്കെ ഇരുന്ന് 4, 5, 6, 7 മക്കൾ. ഏതെങ്കിലും ഒരു അമ്മയുടെ ഒരു വെറുതെ പെറ്റ മക്കളുണ്ടോന്ന്? 8 മക്കളുണ്ട് അല്ലേ? ഇളവനെ ഞാൻ ചുമ്മാ പെറ്റതാന്ന് ഏതെങ്കിലും ഒരു അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. പ്രസവിച്ച് വീടുന്നത് 2 കിലോ 450 ഗ്രാം, 3 കിലോ 300 ഗ്രാം. പക്ഷെ 3000 കോടി കിലോ സ്വപ്നം ആ മാംസത്തിന്റെ അകത്ത് വെക്കുന്നത്. ഓരോ കുടുംബത്തിനും ഇന്ന് രാത്രി പോളിയും ചിലത് മണലിൽ ചില തലമുറകളുടെ മേൽ പിശാചിട്ട കരിങ്കൊടി സ്വർഗം ഇന്ന് രാത്രി പൊളിക്കും. ഈ യോഗം വെറുതെ വെച്ചതല്ല. ജയബ്രദറോട്, ബിന്ദു സിസ്റ്ററോട് ഞാൻ പറയാം, ഇത് വെറുതെ അല്ല, ഇത് ആർഭാടമല്ല. It's the time of God. ദൈവം ചില യൗവനക്കാരെ തൊടാൻ പോകയാ. വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആര് പറഞ്ഞാലും അമ്മയ്ക്ക് ഇതിനെ കൊടുക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് ഇതിനെ കളയാൻ പറ്റുമോ? നാട്ടുകാർ മുഴുവൻ ഒരുത്തിനെ വാരിയിട്ട് അടിക്കുമ്പോൾ അമ്മ ഓടി വന്നിച്ച് കുടിയനാണെങ്കിലും കെട്ടിപ്പിടിക്കുക, എൻ്റെ മോനാ, തല്ലല്ലേ, ഞാൻ വേദനിച്ച് പെറ്റതാ. അവൻ എത്ര പ്രായമായാലും അമ്മയ്ക്ക് അവൻ മോൻ തന്നെയല്ലേ. ലോകത്തിൽ പകരം വെക്കാനില്ലാത്ത, സമാനതകളില്ലാത്ത സ്നേഹം അമ്മയുടേതാണെങ്കിൽ, ഈ യൗവനക്കാരൻ 6000 ഭൂതത്തെ ചുമന്നുകൊണ്ട് കല്ലറയിൽ കിടക്കുമ്പോഴും ഉണങ്ങാത്ത കണ്ണുമായിട്ട് ഒരു അമ്മ എവിടെയോ കാത്തിരിക്കുന്നുണ്ട്. മണലി ദേശത്തോട് പറയാ, കണ്ണുണങ്ങാതെ കരയുന്നവർക്ക് കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരു മറുപടി തരാൻ പോകയാ. ഒന്ന് കൈ അടിച്ചൊന്ന് ആമേൻ പറയാവോ? ഉണങ്ങാതെ കരയുന്ന ഏതോ അമ്മമാർ, ജാതിയില്ലേ, മതമില്ലേ, വർണ്ണമില്ലേ, വർഗമില്ലേ, ഹിന്ദുവില്ല, മുസ്ലിമില്ല, ബുദ്ധമതക്കാരനില്ല, ക്രിസ്ത്യാനിയില്ല, ഏതൊരമ്മയുടെയും കണ്ണുനീരിന് മറുപടിയുണ്ട്. ഇവൻ എവിടെയാ കിടക്കുന്നത്? നിങ്ങൾ എന്നോട് കൂടെ വരാമോ? പ്രാർത്ഥിച്ച്. എവിടെയാ ഇവൻ കിടക്കുന്നത്? കല്ലറയിൽ. വസ്ത്രം ധരിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഓർത്ത് നോക്കിയേ.
മനുഷ്യന് വിദ്യാഭ്യാസം കൂടുന്നവരും കുറയുന്നത് വിവരമല്ല, കുറയുന്നത് ഉടുപ്പാണ്, വസ്ത്രമാണ്. നിങ്ങൾക്ക് പുറത്തോട്ട് നോക്കിയാൽ കാണാമല്ലോ എന്താ ഇവിടെ സംഭവിക്കുന്നത് അല്ലേ? എന്തൊരു അപകടമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി നിരാശകളും സങ്കടങ്ങളും ഒക്കെ പലതും കാണുമ്പോൾ തോന്നുന്നുണ്ട്, എനിക്ക് ഈ യൗവന ലോകത്തെക്കുറിച്ചൊരു വലിയ പ്രതീക്ഷയുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊക്കെ മനഃപൂർവ്വമായി അവോയ്ഡ് ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിൽ കുറുവായിലിൻ്റെ പ്രസംഗം കഴിഞ്ഞ് രാത്രി 11 മണിയായപ്പോൾ ചുരത്തിൽ വന്നപ്പോൾ ആ 3ാമത്തെ ഹെയർ പിൻ്റെ അവിടെ ഒരു തടി ലോറി മറിഞ്ഞിട്ട് വണ്ടികളെല്ലാം ബ്ലോക്കാണ്. മലമ്പാമ്പ് പോലെ വണ്ടിയെല്ലാം ക്യൂ കിടക്കുക. മണിക്കൂറുകൾ വേണം ആ തടി മാറാൻ, ലോറി മാറാൻ. കാത്തു കെട്ടി കിടക്കുമ്പോൾ ഒരു 10 ബൈക്കേൽ ചുരം ഇറങ്ങി വരുന്നു. 10 ബൈക്കേൽ ആണും പെണ്ണും കൂടെ ചുരം ഇറങ്ങി വരിക. ഞാൻ മനസ്സിൽ പറഞ്ഞു, ആങ്ങളെയും പെങ്ങളുവാ. പിന്നെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഇത്ര പ്രായം ഒപ്പിച്ച് എങ്ങനെയാണ് പ്രസവിക്കുന്നത്? പിന്നെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഞാൻ ഇത്രയ്ക്ക് മണ്ടനാകണോ? തൊഴിലുറപ്പിന് പോയി കണ്ട വാഴത്തടയും ചീഞ്ഞ കച്ചിയും വാരി ചോദിച്ച പൈസ അയച്ചു കൊടുത്ത് കൊച്ചിനെ പഠിക്കാൻ വിട്ടതാ. അവൾ കോളേജിൽ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അവൾ വയനാടിന്റെ ചുരം ഇറങ്ങുക. നീ അറിഞ്ഞില്ലല്ലേ? രാത്രി വീട്ടിൽ എല്ലാ പണിയും കഴിഞ്ഞേച്ച് ആ അടുപ്പിന്റെ പാതകം ഒന്ന് തൂത്തേച്ച് ഒന്ന് അടുക്കളയെല്ലാം വൃത്തിയാക്കിച്ച് ആ പാതി നനഞ്ഞ നൈറ്റി ഇട്ടുകൊണ്ട് മുറിക്കാത്തോട്ട് ഭാരങ്ങൾ തിങ്ങി കിടക്കാൻ വേണ്ടി ഓടി വരുന്ന അമ്മ ആ ഫോൺ എടുത്ത ചൊരുവിളിയുണ്ട്, മോളെ എവിടെയാ, പഠിക്കുന്നുണ്ടോ അറിയാൻ. അമ്മ ഫോൺ ഹലോ എന്ന് വെച്ചപ്പോൾ ഫോണിനകത്തോടത്ത് ഇങ്ങനെ കാറ്റേക്കാം. അമ്മ വെച്ച് എന്താ മോളെ കാറ്റ്? അവൾ പറഞ്ഞു കേൾക്കണോ, ഞാൻ ടേബിൾ ഫാനിന്റെ മുമ്പിലായിരിക്കുന്നത്, പെറ്റ തള്ളയോടെ ഇതോടെ പറഞ്ഞത്, വയനാടിന്റെ ചുരം ഇറങ്ങുക, തണുത്ത കാറ്റാണ്. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. പക്ഷെ ഒരു അമ്മയുടെ കണ്ണുനീരിന് പ്രതികരിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി വരുന്നുണ്ട്. കർത്താവ് ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഞാൻ ആ ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരികയാ. നിങ്ങൾ എന്നോട് കൂടെ വരണം. 6000 ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അവന്റെ ഭാവികാല സ്വപ്നങ്ങൾ. ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം എന്നിവിടെ പാടിയവരല്ലേ? ആമേ. എന്തെല്ലാം സ്വപ്നങ്ങളാ മനസ്സിൽ? ഒരു സ്വപ്നമില്ലേ? ആ, എന്തെല്ലാം സ്വപ്നങ്ങളാ മനസ്സിൽ സൂക്ഷിക്കുന്നത്? ആമേ. 3.5 സെന്റ് ഉള്ളതിലും എനിക്കൊരു ഫ്ലൈറ്റ് വേണമെന്ന് പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ. എവിടെ ഇറക്കുമെന്ന് അറിയത്തില്ല. ആകാശത്ത് നിർത്തിയാലും തിരക്കേടില്ല, ഫ്ലൈറ്റ് വേണം. അത് വേറെ കാര്യം. സ്വപ്നങ്ങൾ എവിടം വരെയാ പോണത്? ഇതുപോലെ ആ ചെറുപ്പക്കാരനെ കുറിച്ച് കുടുംബത്തിനൊരു സ്വപ്നമില്ല, തകർത്ത് നശിപ്പിച്ച് അവനെ കൊണ്ട് കേട്ടിരിക്കുക കല്ലറയ്ക്കകത്ത്. ഇനി നിങ്ങൾ എന്നെ കേൾക്കൂ ദയവായിട്ട് പ്ലീസ്. ഈ ദൂതൊരു കോൺട്രാഡിക്ടറി സബ്ജക്റ്റാണ്. കാര്യം മത്തായി സുവിശേഷത്തിൽ പറയുന്നു 2 ഭൂതഗ്രസ്തനെന്ന്, മാർക്കോസിൽ പറയുന്നു 1 ഭൂതഗ്രസ്തനെന്ന്. ബൈബിളിന്റെ പേര് സത്യവേദ പുസ്തകം എന്ന്. ഇതിനകത്ത് നുണ എഴുതാൻ പറ്റുകയില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. മത്തായി പറയുന്ന ഭൂതഗ്രസ്തൻ 2, മാർക്കോസ് പറയുന്ന ഭൂതഗ്രസ്തൻ 1. ഈ വായന എന്നെ വല്ലാതെ വെപ്രാളം പിടിപ്പിച്ചു. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടെ വരണേ. ഏതാ സത്യം എന്നൊന്നറിയാൻ എൻ്റെ മനസ്സും വെമ്പൽ കൊണ്ടു. 2 ഭൂതമാണോ 1 ഭൂതമാണോ? ഞാൻ ഈ ചരിത്രത്തിലേക്ക് ഒന്ന് കയറി. നിങ്ങൾ ആരും കണ്ണടയ്ക്കല്ലേ. എനിക്കിനി ഒരു 10 മിനിറ്റ് കൂടെ കിട്ടിയാൽ മതി. ഞാൻ കൊണ്ട് ലാൻഡ് ചെയ്യിച്ചോളാം. എയർ ഇന്ത്യയൊക്കെ താഴുന്നുണ്ടല്ലോ, അപ്പം ഞാനും താഴും. പിന്നെ പക്കായ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഹല്ലേലൂയ. ഏതാ ശരി? എനിക്ക് ആലോചിക്കാൻ മേല. മദറിലക്കാരത്തി മറിയെന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട് ബൈബിളിനകത്ത്. അവളുടെ ദേഹത്ത് കയറിയത് 7 ഭൂതമാണ്. അവള് ഭ്രാന്തിയായിരുന്നു. 7 ഭൂതം കയറിയവൾക്ക് ഭ്രാന്ത് പിടിച്ചെങ്കിൽ 6000 ഭൂതം കയറിയവന്റെ മാനസികാവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവന്റെ ഡിപ്രഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവന്റെ ആൻസൈറ്റിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സമാനതകളില്ല, പറഞ്ഞു പരുവപ്പെടുത്താൻ വാക്കുകളില്ല. അത്ര തീവ്രമായ കഠിന വേദനയിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുകയാ. ഒരു യൗവന ലോകം തകർന്ന് ഇടിഞ്ഞു വീഴുന്നത് ചുറ്റും നിൽക്കുന്ന ആളുകൾ കാണേണ്ടി വരികയാ. 6000 ദുരാത്മാവിനെ ചുമക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇനി അവന്റെ അകത്തിരിക്കുന്ന ദുരാത്മാവിന്റെ ട്രെൻഡ് ഞാൻ പറയാം. കർത്താവ് അതിനെ ശാസിച്ചപ്പോ 2000 പന്നിയുടെ ദേഹത്തോട്ടാണ് ഈ 6000 ഭൂതം പോയത്. എന്നെ കേൾക്കുന്നുണ്ടോ? എത്ര പന്നിയുടെ ദേഹത്തോട്ട്? കമോൺ. 2000 പന്നിയുടെ ദേഹത്തോട്ട് 6000 ഭൂതം. കണക്ക് വെച്ചാണെങ്കിൽ ഒരു പന്നിക്ക് 3 ഭൂതം വെച്ച് കിട്ടി. 3 ഭൂതം കയറിയ പന്നി 3 മിനിറ്റ് ജീവിക്കുന്നതിന് മുമ്പ് വെള്ളത്തിൽ ചാടിച്ചെത്തു. 3 ഭൂതം കയറിയ പന്നി 3 മിനിറ്റ് ജീവിക്കാതെ സൂയിസൈഡ് ചെയ്തു. 6000 ഭൂതത്തെ ഇവൻ കൊണ്ട് നടന്നിട്ട് ഇവൻ ചത്തില്ല. ഭൂതത്തിന് പവറില്ലാഞ്ഞിട്ടല്ല, യേശുവിന് അവനെ വേണ്ടതുകൊണ്ട്. കൈ ഉയർത്തി യേശുവിന് അവനെ വേണം. 6000 ദുരാത്മാവ്. ഞാൻ ഈ ചരിത്രത്തിലേക്ക് ഒന്ന് പോകുകയാ. എല്ലാവരും എന്നോട് കൂടെ ഒന്ന് വരണേ.
ഏതാ ഈ സ്ഥലം? ഗദര. ഒന്ന് പറഞ്ഞ പേര് ഗദര. ഗദര ഗാദ്യരുടെ അവകാശം. ആരാ ഗാദ്? യാക്കോബിന്റെ മക്കളാ. രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ, ഇസ്സാഖാർ, സെബൂലൂൻ, നഫ്താലി. ഗാദ് കണ്ടോ? ആശേർ, യോസഫ്, ബെന്യാമിൻ. ഗാദ് യാക്കോബിന്റെ മക്കളാ. ഗദര. ഗദര എന്ന് പറഞ്ഞ ഗാദ്യരുടെ അവകാശമാണ്. ഗാദ്യരുടെ അവകാശം. ആ സ്ഥലത്തിന്റെ ചരിത്രത്തിലേക്ക് പോയാൽ ഒത്തിരി നേരം പോകും. സുവിശേഷത്തിന് അതൊന്നും ആവശ്യമില്ല. ഞാൻ വേണ്ട ആ ലിങ്കിലോട്ട് കയറി വരാം. ഗദര ഏതാ ഈ സ്ഥലം? 28 കിലോമീറ്റർ നീളമുള്ള, 8 കിലോമീറ്റർ വീതിയുള്ള, 4 പേരുകളുള്ള യഹൂദന്റെ നാട്ടിലൊരു കടലുണ്ട്. തിബരിയാസ് കടല്, ഗലീല കടല്, അല്ലെങ്കിൽ ഗന്നസരത്ത് തടാകം, അല്ലെങ്കിൽ കിനരോത്ത് എന്ന് പേര് പറയുന്ന ഒരു തടാകം. 10 പട്ടണങ്ങളാണ് കഞ്ഞി കുടിക്കുന്നത്. ആ പട്ടണം ആ വെള്ളക്കെട്ടിൽ നിന്ന് ഒരു സമയം 4000 വള്ളം മീൻ പിടിക്കും. ഒരു സമയം 4000 വള്ളം ആ കടലിനകത്ത് കാണും. 4000 വള്ളങ്ങൾക്ക് ഒരു നേരം കഞ്ഞി കൊടുക്കുന്ന ഒരു ഈ 10 പട്ടണങ്ങളെ പോറ്റുന്ന ഒരു ചെറിയ കടല്. ഈ കടലിനോട് ചേർന്ന് കിടക്കുന്ന 10 പട്ടണമുണ്ട്. ആ പട്ടണങ്ങൾക്ക് ബൈബിൾ ഇട്ട പേര് ദെക്കപ്പൊലി നാട്. ഒന്ന് പറഞ്ഞു നോക്കിയേ, ദെക്കപ്പൊലി നാട്. 10 പട്ടണങ്ങളാണ് ദെക്കപ്പൊലി നാടിന്റെ 10 പട്ടണങ്ങൾ. ശ്രദ്ധിക്കുക, കഞ്ഞി കുടിക്കുന്നത് ഈ ഗലീലക്കടലിന്റെ തീരത്തു നിന്നാണ്. ഈ ഗലീലക്കടലിന്റെ തീരത്ത് ചാഞ്ഞു കിടക്കുന്ന ഒരു പട്ടണമുണ്ട്. ആ പട്ടണത്തിന്റെ പേരാണ് ഗദര. പട്ടണത്തിന്റെ പേരാണ് ഗദര. ഗദര ഗദര പട്ടണത്തെ കുറിച്ച് പഠിക്കാൻ ഞാൻ ആ പട്ടണത്തിന്റെ ചരിത്രത്തിന്റെ ഏടുകൾ കൂടെ കയറിപ്പോയി, ഞെട്ടിപ്പോയി. ആ ചരിത്രം വായിച്ചപ്പോൾ ചരിത്രം പറഞ്ഞു തരാം. ഈ ദെക്കപ്പൊലി നാടിലെ 10 പട്ടണങ്ങളിൽ ഏതെങ്കിലും കുടുംബത്തിൽ ഒരു കൊച്ചിന് പൈശാചിക ബാധയുണ്ടായാൽ, ഒരു കൊച്ച് അൺമച്വേർഡ് ബേബിയായിട്ട് ജനിച്ചാൽ, തലച്ചോറ് വളരാതിരുന്നാൽ, ഒരുത്തൻ ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ടാൽ, ഒരുത്തന്റെ അകത്ത് ബാധ കയറിയാൽ, അവൻ ആ കൊച്ചിനെ വീട്ടിൽ വളർത്തത്തില്ല. ഗദരദേശത്ത് കൊണ്ട് ആ കൊച്ചിനെ കൈയൊഴിയും. എന്റെ വീട് കോട്ടയത്താണ്. ഞങ്ങൾ കോട്ടയത്ത് ഒരുത്തൻ വട്ട് കാണിച്ചാൽ പറയും, ഇവനെ ഇവിടെ ഒരു സ്ഥലമുണ്ടല്ലോ, ഉളപാറ, കുതിരവട്ടം അല്ലേ, അവിടെ കൊണ്ടുപോകണം. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഒരാള് വട്ട് കാണിച്ചാൽ ഞങ്ങൾ പറയും, ഇവനെ അവിടെ കൊണ്ടുപോകണം. കാര്യം അവിടെയാണ്. ഞാൻ കളിയാക്കി പറഞ്ഞല്ല, തെറ്റിദ്ധരിക്കരുത്. അത് വല്ലാത്തൊരവസ്ഥയാ. അവൻ അവിടെ കൊണ്ടുപോകണം. ഇതുപോലെ ദെക്കപ്പൊലി നാട്ടിൽ 10 പട്ടണങ്ങളിൽ ഏതെങ്കിലും ഒരു അമ്മ പ്രതീക്ഷയോടെ പ്രസവിച്ച കുഞ്ഞ് മനസ്സ് കൈവിട്ടു പോയാൽ, മനസ്സ് കൈവിടാൻ വലിയ കാരണങ്ങൾ വല്ലതും വേണോ? അടൂരൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നെന്ന്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ഈ പറയുന്നത്. ദെക്കപ്പൊലി നാടിന്റെ 10 പട്ടണങ്ങൾ കഞ്ഞി കുടിക്കുന്നത് ഈ ഗലീലക്കടലിൽ നിന്നാണ്. ഈ ഗലീലക്കടലിനോട് ചാഞ്ഞു കിടക്കുന്ന, ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഗദര. ഏതെങ്കിലും ഒരു വീട്ടിൽ ശ്രദ്ധിച്ചോളൂ, ഒരാൾക്ക് പൈശാചിക ബാധ ഉണ്ടായാൽ, ഏതെങ്കിലും ഒരു വീട്ടിൽ പാതാളത്തിന്റെ പോരാട്ടം ഉണ്ടായാൽ, അവരാ കൊച്ചിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരാ കൊച്ചിനെ വീട്ടിൽ വളർത്തുകയല്ല, അവരാ കൊച്ചിനെ ഗദരദേശത്ത് കൊണ്ട് കൈയൊഴിയും. ഒരു കൂട്ടം കുടുംബങ്ങൾ കൈയൊഴിഞ്ഞ ഒരു ഭൂതമല്ല, 2 ഭൂതമല്ല, 100 കണക്കിന് കുഞ്ഞുങ്ങൾ ഗദരയുടെ തെരുവിലുണ്ട്. ഈ തെരുവിൽ മുടി പിച്ചിപ്പറിച്ചും, കല്ലുകൊണ്ട് ദേഹം ചതച്ചും, ഉടുപ്പ് പറിച്ചു കളഞ്ഞും, സ്വന്തം കൈ കടിച്ചു മുറിച്ച്, സ്വന്തം രക്തം നക്കി കുടിച്ചും, പൂഴിമണ്ണ് വാരി തിന്നും, അലറിക്കരഞ്ഞും, ആവേശത്തോടെ പിശാചിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ കുഞ്ഞുങ്ങളെല്ലാം ഓരോ കുടുംബത്തിന്റെ സ്വപ്നങ്ങളാ. ഇന്ന് ഇളക്കും ദൈവം ചിലതിനെ. മന്ത്രവാദിക്ക് കാശ് കൊടുത്ത് ആഭിചാരം ചെയ്ത് ഭ്രാന്ത് പിടിപ്പിച്ച ചിലവിനെ ഇന്ന് രാത്രി യേശു തൊടും. ചില കുടുംബങ്ങളെ നശിപ്പിച്ചു കളയാൻ പിശാചിട്ട ആ ആഭിചാരത്തിന്റെ ശക്തി, ആ കൈവശത്തിന്റെ വ്യാപാരം, കരമടിച്ച് യേശുവേ എന്ന് വിളിക്ക്. എന്റെ പിതാക്കന്മാരെ, കരമടിച്ച് യേശുവേ എന്ന് വിളിക്ക്. ഇന്ന് രാത്രി തേജസ് ഒരുത്തരി ഗ്രൗണ്ടിൽ നിൽപ്പുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. ഞാൻ ഇത്രയും പഠിച്ചപ്പോൾ എനിക്ക് ആവേശം കൂടി. ദൈവദാസന്മാർ എത്ര പേരുണ്ട് യോഗത്തിൽ? പാസ്റ്റേഴ്സ്, പ്ലീസ് ലിഫ്റ്റ് യുവർ ഹാൻഡ്സ്. പാസ്റ്റേഴ്സ്, കം ഓൺ ടേക്ക്. ഓക്കെ, ദൈവദാസന്മാരെ പ്രാർത്ഥിക്കാമോ? എന്നെ കൂടെ ഒന്ന് വഹിച്ച് പ്രാർത്ഥിക്കാമോ? പ്ലീസ് ഐ നീഡ് യുവർ ഹെൽപ്പ്. ആമേൻ. അന്യഭാഷ പറയാൻ പറ്റുന്ന ഒരു ആത്മാവിൽ പ്രാർത്ഥിച്ചോളൂ. ആമേൻ. നിങ്ങൾ നോക്ക്, ഈ ഗദരയുടെ തെരുവിൽ മുഴുവൻ ബാല്യങ്ങൾ നടക്കുകയാണ്. ഓരോരുത്തന്മാരും ഭ്രാന്തന്മാരാ. ഞാൻ ഡേക്സ് ബൈബിളിന്റെ വിവരണത്തിലേക്ക് പോയി. എന്താണ് ഈ ചരിത്രമെന്നറിയാൻ പച്ച മലയാളത്തിൽ തെളിയുന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഡേക്സ് ബൈബിള് ഗദരദേശത്തിന്റെ ചരിത്രം. 20 അടി വീതിയുള്ള ചുണ്ണാമ്പ് കുഴികളാണ് ഗദരദേശത്ത് മുഴുവൻ. കേൾക്കുന്നുണ്ടോ?
20 അടി വീതിയുള്ള ചുണ്ണാമ്പ് കുഴികളാണ്, 20 അടി വീതിയുള്ള ചുണ്ണാമ്പിന്റെ കുഴികളാണ്. എന്നിട്ട് ഡേക്സ് ബൈബിൾ ആ കുഴികളിലേക്ക് ക്യാമറ ഇറക്കി വെച്ച് റിപ്പോർട്ട് എഴുതി, ഓരോ കുഴിക്കകത്തും 4-5 ഭ്രാന്തന്മാർ ഇരിപ്പുണ്ട്. ആമേ, 4-5 ഭ്രാന്തന്മാർ, ഒരു കുഴിയിലല്ല. ആമേ, ഓരോ കുഴികളിലും 4-5 ഭ്രാന്തന്മാര്, ഓരോ കുടുംബത്തിന്റെ സ്വപ്നം ഭ്രാന്ത് പിടിച്ചവര്. ആമേ, എന്നിട്ട് ആമേ അതിനകത്ത് എഴുതി വെച്ച്, ഒരുത്തൻ കൈ കടിച്ച് മുറിച്ച് സ്വന്തം രക്തം നക്കി കുടിക്കുന്നു, മറ്റവൻ ചുണ്ണാമ്പ് കല്ല് വാരി തിന്നുന്നു, ഒരുത്തൻ കല്ലെടുത്ത് സ്വന്തം ദേഹം ചതയ്ക്കുന്നു, മറ്റൊരുത്തൻ അതിനകത്തിരുന്ന് അലറിക്കരയുന്നു, ഒരുത്തൻ ആമേൻ ആ കുഴിയിലിരുന്ന് മറ്റവനെ ഉപദ്രവിക്കുന്നു. കേൾക്കണോ? കൂട്ടത്തിലുള്ള ഒരുത്തൻ ഇടിയേറ്റ് അതിനകത്ത് മരിച്ചു വീഴുന്നു. മരിച്ചു വീണാൽ ബാക്കി 4 പേര് ആ കുഴിയിൽ നിന്ന് കയറിപ്പോവുകയില്ല, ചത്തവന്റെ കൂടെ അവിടെ തന്നെ ഇരിക്കും. ദിവസം 1 അവൻ ശകലം വീർക്കും, ദിവസം 2 അല്പം കൂടി വീർക്കും, ദിവസം 3 വല്ലാതെ വീർക്കും, പുറന്തോല് പൊട്ടും. എന്നിട്ട് കഠിനമായ രൂക്ഷഗന്ധത്തോടെ ഒരു കറുത്ത ദ്രാവകവും പുഴുക്കളും അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകി താഴോട്ട് വരാൻ തുടങ്ങും. കേൾക്കുന്നുണ്ടോ? ആ സഹനീയമായ രൂക്ഷമായ ദുർഗന്ധം ആ കുഴിക്കകത്ത് വരുമ്പോൾ ബാക്കി 4 പേര് കേറുന്നില്ല, അവർ ആ കുഴിക്കകത്തിരിക്കുന്നു. എന്നിട്ട് ഈ മരിച്ചവന്റെ ദേഹത്തെ പുഴു ജീവനുള്ളവനെ ജീവനോടെ അരിക്കുകയാ. നിങ്ങൾ ഓർക്കണം, ഈ പുഴു തിന്നുന്നത് ഓരോ കുടുംബത്തിന്റെ സ്വപ്നങ്ങളെയാ. ഈ കുഴിക്കകത്ത് ബാല്യങ്ങൾ തകരുകയാ. എന്ത് വിശ്വസിച്ചാ പിള്ളേരെ സ്കൂളിൽ വിടുന്നത്? എന്ത് വിശ്വസിച്ചാ പിള്ളേരെ കോളേജിൽ വിടുന്നത്? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് റോട്ടിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ? ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്തുള്ളൊരു സ്കൂളിൽ നിന്ന് ആമേ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് ഒരു കുപ്പി മദ്യവുമായിട്ട് സ്കൂളിൽ വന്ന് കൂടെയുള്ള 10-12 പിള്ളേർക്ക് അത് ഒഴിച്ചു കൊടുത്തു. അവരെല്ലാം രുചി നോക്കി, സ്കൂളിൽ പിടിച്ച് അവിടെ അമ്മയപ്പന്മാരെ വിളിച്ചു. അതിനകത്തുനിന്ന് ഒരമ്മ വാവിട്ട് കരയുന്നത് ഇന്ന് വൈകുന്നേരം ഞാൻ കേട്ടു. ഇവിടെ പെൺകുട്ടികൾ തകർക്കപ്പെടുന്നു. എന്റെ ഭാഷ പറഞ്ഞാൽ കുഴികളിൽ ബാല്യങ്ങൾ ചതക്കപ്പെടുകയാണ്. സാത്താന്യ ലോകം കൈയടിച്ച് ചിരിക്കുന്നു. മണലിലെ പിശാചിനോട് പറയുന്നു, നീ ചിരിക്കണ്ട, ഇന്ന് രാത്രി യേശു ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഓരോ കുഴിക്കകത്ത് ബാല്യങ്ങൾ അരിക്കപ്പെടുന്നു, യൗവനങ്ങൾ തകർക്കപ്പെടുന്നു. ഈ കുഴിക്കകത്ത് നിന്നുകൊണ്ട് ചോദിക്കുന്നു, ഞങ്ങളെ ആര് രക്ഷിക്കും? താൻ വലിച്ചാ ഞാൻ കയറുവോ? ഞങ്ങളെ ആര് രക്ഷിക്കും? മണലിയിൽ, ട്രിവാൻഡ്രത്ത്, മലയങ്കീട്, പാറശാല, കാട്ടാക്കട, നെയ്യാറ്റിങ്കര, പുറമെ നോക്കിയാൽ ഒന്നും കാണാനില്ല. എവിടെയോ ശാപത്തിന്റെ കുഴികൾ, എവിടെയോ ബാല്യങ്ങൾ പുഴുവരിക്കപ്പെടുന്നു. കുഴിക്കകത്തുനിന്നൊരു കരച്ചിൽ, ഞങ്ങളെ ആര് രക്ഷിക്കും? എൻ്റെ കൊച്ചിനെ ആര് രക്ഷിക്കും? ഒരുമിച്ചൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പ്ലീസ് സ്റ്റാൻഡ് ടുഗദർ, പ്ലീസ് ഓൾ ഓഫ് യു.